നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ അവസാനത്തെ സെഷനിലാണ് നമ്മൾ ഞങ്ങളെ നിങ്ങളറിയിച്ചൊതൊഴി ചിങ്ങൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും മാതൂതൻ താനേൽക്കും സഭയിൽ പാടിയിട്ടുണ്ടോ? പൗലോസ് ഗലാത്യ സഭകൾക്ക് പറഞ്ഞ അവർക്ക് നൽകിയ മുന്നറിയിപ്പാണ് ഈ ശ്ലോകത്തിലുള്ളത്. പൗലോസ് എഴുതിയതിന് വിപരീതമായി ധാരാളം ദുരുപദേശങ്ങൾ ലോകത്തിലുണ്ട്. ഇപ്പം ഏച്ചി പറഞ്ഞല്ലോ 14-ാം അധ്യായത്തിലെ യോഹന്നാൻ പ്രവാചകൻ മറ്റൊരു വ്യാഖ്യാനം കൂടെ ഞാൻ പറയാം. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത് യേശുക്രിസ്തുവിന്റെ അല്ലെ എൻ്റെ പിതാവിൻ്റെ കൊല്ലത്തെക്കുറിച്ചുള്ള അങ്ങനെയല്ല. അത് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ഞാൻ മരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്ഥലം. അപ്പം ഇങ്ങനെയുള്ള ധാരാളം ഉപദേശങ്ങളുണ്ട്. പക്ഷെ പല ആൾക്കാരും ചിന്തിക്കുന്നത് ഈ ഉപദേശമാണ്, ഇതിൻ്റെ പുറകൊന്നും എന്ത് ചെയ്യില്ല പോകണ്ട. പക്ഷെ ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്താണ്? സത്യവചനത്തെ യഥാർത്ഥമായിട്ട് എന്ത് ചെയ്യുക, റൈറ്റ്ലി ഡിവൈഡിങ് ദി ട്രൂത്ത്. അപ്പം സത്യവചനത്തെ എന്ത് ചെയ്യുക, ശരിയായിട്ട് എന്ത് ചെയ്യുക, വിഭജിച്ച് പഠിക്കുക. ഇത് ഒരു ദൈവ പൈതല്, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവവചനത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതൽ നിരന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളെ കൃപാവരത്തെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് കൃപാവരങ്ങളെ നൽകുന്നത്. ആ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അത് നോട്ട് തരുന്നതുകൊണ്ട് ഞാനൊന്ന് ഓടിച്ചു പോയിട്ട് വളരെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ കൃപാവരങ്ങളെ വിതരണം ചെയ്തത് അല്ലെങ്കിൽ സഭയ്ക്ക് നൽകിയത് കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷമാണ്, സ്വർഗ്ഗാരോഹണത്തിന് ശേഷമാണ്. അതുപോലെ ഈ വരത്തിൻ്റെ കൃപാവരത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് എല്ലാ വിശ്വാസത്തിനുമുണ്ട്. എന്നാൽ എല്ലാ വിശ്വാസത്തിലും എല്ലാ വരങ്ങളും ഇല്ല. പിന്നെ ഇതിൻ്റെ ഈ കൃപാവരത്തിൻ്റെ സമയപരിധി എന്ന് പറയുന്നത് എല്ലാ കൃപാവരവും എല്ലാ തലമുറയിലുമില്ല. ചില കൃപാവരങ്ങൾ മാത്രമാണ് ഈ അടിസ്ഥാന വരങ്ങളായിട്ടുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ എഫേസ്യർ 2:20, 21, 22 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശുക്രിസ്തു തന്നെ മൂലക്കല്ലാരികെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പം ആ അടിസ്ഥാന കല്ലുകൾ ആണ്, അല്ലെങ്കിൽ സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ്. അപ്പം സഭയെ ഒരു നിർമ്മാണത്തോടെ, കെട്ടിടത്തോട് ഉപമിച്ചിട്ടാണ് അവിടെ പൗലോസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ മൂലക്കല്ല് യേശുക്രിസ്തു, പിന്നെ അടിസ്ഥാന കല്ലുകൾ അപ്പോസ്തലന്മാരും. ആ ശുശ്രൂഷ അല്ലെങ്കിൽ ആ കൃപാവരം 1-ാമത്തെ നൂറ്റാണ്ടോടെ അല്ലെങ്കിൽ അപ്പോസ്തലിക കാലത്തോടെ അവസാനിച്ചു. ഇന്ന് എന്തില്ല? അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിലെ ചില തെളിവ് നമ്മൾ പിന്നീട് ചെയ്യും. മറ്റൊന്ന്, ഈ കൃപാവരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? വികസിപ്പിക്കണം, അല്ലെങ്കിൽ അതിനെ വളർത്തണം. അത് ഓരോ ദൈവം കൃപാവരം നൽകും തൻ്റെ ഇഷ്ടപ്രകാരം. പക്ഷേ അത് വളർത്തേണ്ടത്, അത് വികസിപ്പിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവിടെ 1 തിമോഥെയോസ് 4:14 വാക്യത്തിൽ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, മൂപ്പന്മാരുടെ കൈവെപ്പോട് കൂടി നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരത്തെ എന്ത് ചെയ്ത് ഉപേക്ഷയായി നീ വിചാരിക്കരുത്. എന്ത് ചെയ്യുക? നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കേണ്ടതിന് ഇത് എന്ത് ചെയ്യാൻ കരുതുക. മത്തായി സുവിശേഷം 25 അവിടെ കൃപാവരത്തെ കുറിച്ച് അല്ലെങ്കിൽ താലന്തിനെ കുറിച്ച് വായിക്കുക. അത് കൃപാവരമല്ല, പക്ഷെ അവിടെ ഒരു കാര്യം പറയുന്നത്, ഒരുത്തൻ എന്ത് ചെയ്തു? അതെ വിളിച്ചു. ഇതുപോലെ അവനെ വിളിച്ച പേരെന്താ? അലസെന്നല്ല, ദുഷ്ടൻ എന്നാണ് വിളിച്ചത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച കൃപാവരം എന്താണ്? അത് നമുക്ക് സ്വയം അറിയാൻ സാധിക്കാം. മറ്റൊന്ന്, മറ്റുള്ളവർക്ക് അറിയാൻ സാധിക്കും. നമ്മുടെയൊക്കെ കൃപാവരം എന്താണെന്ന് നമ്മുടെ സഭയെ ഉത്തരവാദിത്തപ്പെട്ട ശുശ്രൂഷിക്കുന്ന പരിപാലകരായിട്ടുള്ള അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് ആയിട്ടുള്ള ദൈവദാസന്മാർക്ക് നമ്മെ ഏറ്റവും നമ്മുടെ ആത്മീയ മെന്റേഴ്സ് നമ്മെ രൂപപ്പെടുത്തുന്ന ആ ചുമതല ദൈവം ഏൽപ്പിച്ചിട്ടുള്ള സഭയിലെ ലീഡേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾക്കൊക്കെ എന്ത് ചെയ്യാം? നമ്മുടെ കൃപാവരം എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ആ കൃപാവരം എന്ത് ചെയ്യണം? നാമെ കണ്ടെത്തി ജ്വലിപ്പിക്കണം. അതുപോലെ കൃപാവരുടെ പട്ടിക നമ്മൾ വായിക്കുന്നുണ്ട്. ഞാനത് നോട്ടിൽ തന്നിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട പട്ടികയിൽ വളരെ പ്രധാനപ്പെട്ട, ഞാൻ ഓർപ്പിച്ചല്ലോ, വളരെ പ്രധാനപ്പെട്ട 3 കൃപാവരങ്ങൾ മാത്രമാണ് നമ്മളെ ഈ ക്ലാസ്സുകളിൽ നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. ഒന്ന് അപ്പോസ്തലൻ,
1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നത് അപ്പോസ്തലൻ. അതുപോലെ എഫേസ്യർ 4-11 വാക്യത്തിലും നമ്മൾ ആ കൃപാവരത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാർ, അവൻ ചിലരെ അപ്പോസ്തലന്മാരായി എന്ന് നമ്മൾ വായിക്കുന്നത് എന്ത് ചെയ്തു? അപ്പോസ്തലന്മാരെ നിയമിച്ചു അല്ലെങ്കിൽ തിരഞ്ഞെടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ അപ്പോസ്തലൻ എന്ന വാക്ക് 2 ആശയത്തിൽ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 2 അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് പൊതുവായിട്ട്, ജനറലായിട്ട്, അത് ജനറൽ സെൻസ് ആയിട്ട് പൊതുവായ നിലയിൽ അപ്പോസ്തലന്മാർ എന്ന ആ പദം അല്ലെങ്കിൽ അപ്പോസ്തലൻ ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റൊന്ന് സാങ്കേതികമായി, അതായത് ടെക്നിക്കലി, അതായത് അത് തിയറിറ്റിക്കലായിട്ടാണ്, പ്രാക്ടിക്കലായിട്ട്, പ്രായോഗികമായിട്ട്, ജനറലായിട്ടും അല്ലെങ്കിൽ പൊതുവായിട്ടും, അതുപോലെ ഒരു സാങ്കേതികമായി ടെക്നിക്കലായിട്ട് ആ നിലയിലും ഈ വാക്ക് അല്ലെങ്കിൽ ഈ പേര്, ഈ കൃപാവരം ഉപയോഗിച്ചിട്ടുണ്ട്. പൊതുവായ അർത്ഥത്തിൽ ഈ വാക്കിന്റെ അർത്ഥം എന്താ? അപ്പോസ്തലൻ അയക്കപ്പെട്ടവൻ എന്ന നിലയിലാണ്, അയക്കപ്പെട്ടവൻ. അതുപോലെ ദൂതൻ, മെസ്സഞ്ചർ, ഏഞ്ചൽ എന്നല്ല, ദൂതൻ. അപ്പൊ ദൂതുവാകി, ദൈവത്തിന്റെ സന്ദേശം അറിയിക്കുന്ന വ്യക്തി എന്ന നിലയിൽ അപ്പോസ്തലൻ എന്ന വാക്കിനെ നമുക്ക് പൊതുവായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ആ ആശയത്തിൽ പലരെയും അപ്പോസ്തലൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫിലിപ്പി ലേഖനം നമ്മുടെ 2-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എപ്പഫ്രോദിത്തോസിനെ അപ്പോസ്തലൻ അല്ലെങ്കിൽ ദൂതൻ എന്ന നിലയിൽ നമ്മൾ അവിടെ വായിക്കും. നിങ്ങളുടെ ദൂതൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അയച്ച വ്യക്തി, നിങ്ങൾ ദൂതുമായി അയച്ച വ്യക്തി എന്ന ആ നിലയിൽ ഇത് പൊതുവായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രസംഗകൻ അല്ലെങ്കിൽ വചന ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി, അവരെയൊക്കെ അപ്പോസ്തലനായിട്ട് പറയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ എല്ലാ വിശ്വാസവും എന്താ? അപ്പോസ്തലന്മാരാണ്. ആ ആശയം പക്ഷേ സാങ്കേതികമായി അത് പറയാൻ സാധിക്കില്ല. സാങ്കേതിക ആശയത്തിൽ എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി there are only 12 apostles. 12 അപ്പോസ്തലന്മാരെ മാത്രമാണ് സാങ്കേതികമായ ഒരു നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. അത് യേശുക്രിസ്തു തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരെ. അതുപോലെ തന്നെ പിന്നീട് കർത്താവ് തന്നെ തിരഞ്ഞെടുത്തതും അതുപോലെ സഭയാൽ അംഗീകരിക്കപ്പെട്ടതുമായിട്ടുള്ള മറ്റു ചില അപ്പോസ്തലന്മാരുണ്ട്. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാ? അപ്പോസ്തലനായ പൗലോസാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലൻ. അപ്പൊ പൗലോസ് അപ്പോസ്തലനായിരുന്നു. അതുപോലെ അത് അന്നത്തെ സഭകൾ അംഗീകരിച്ചതുമായി. അതുപോലെ ബർന്നബാസിനെ കുറിച്ച് അപ്പോസ്തലൻ എന്ന് വായിക്കുന്നുണ്ട് 14-ാം അധ്യായത്തിൽ. പ്രവൃത്തിയുടെ പുസ്തകം 14-ാമത്തെ വാക്യത്തിൽ പൗലോസിന്റെ സഹപ്രവർത്തനായ ബർന്നബാസും അപ്പോസ്തലനായി സഭ അംഗീകരിച്ച വ്യക്തിയായി. അതുപോലെ യാക്കോബിനെ കുറിച്ച്, യേശുവിന്റെ സഹോദരനായ യാക്കോബിനെ കുറിച്ച് ഗലാത്യലേഖനം 1:19, കാരണം പൗലോസ് തന്നെയാണ് പറഞ്ഞത്, പൗലോസ് യെരൂശലേമിൽ ചെന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ ആരെയും കണ്ടില്ല. അതുകൊണ്ട് അന്ന് യാക്കോബ്, യേശുവിന്റെ സഹോദരനായ യാക്കോബും അപ്പോസ്തലൻ എന്ന ആ ഗണത്തിലേക്ക് അന്നത്തെ സഭ അല്ലെങ്കിൽ ആദിമസഭ, യെരൂശലേമിൽ സഭ പരിഗണിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ യേശുക്രിസ്തു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരും അവരെ അതുപോലെ യെരൂശലേമിലെ സഭയിൽ അവരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ ചില യോഗ്യത നമുക്ക് വേഗം നമുക്ക് ചിന്തിക്കാം. ഒന്ന്, മത്തിയാസിന്റെ തെരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിലാണ് നമ്മളത് പറയുന്നത്. അത് യൂദയുടെ പകരമായിട്ട് മത്തിയാസിനെ തിരഞ്ഞെടുത്തപ്പോൾ ഈ അപ്പോസ്തലൻ എന്ന ആ പദം സാങ്കേതികമായി വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു സംഭവമാണ് പ്രവൃത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 21 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലെ നമ്മൾ വായിക്കുന്നത്. അവിടെ ഈ 12-ാമനെ തിരഞ്ഞെടുക്കുമ്പോൾ, മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്ന ആ സന്ദർഭത്തിൽ അവിടെ നൽകുന്ന നിർദ്ദേശം നമ്മളെ വായിക്കുന്നുണ്ട്. 1-22 വാക്യത്തിൽ ഇങ്ങനെയാണ്, 21 മുതൽ വാക്യങ്ങളിൽ, ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോട് കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുദ്ധാനത്തിന് സാക്ഷിയായിട്ട് തീരണം. അപ്പൊ ഇവിടെ തിരഞ്ഞെടുത്ത് ആരെയെങ്കിലും തിരഞ്ഞെടുക്കുകയല്ല. അവിടെ നമ്മൾ വായിക്കുന്നത് ഈ യോഗ്യതയുള്ള വ്യക്തി, അതായത് ഇവിടെ പറയുന്ന ആ യോഗ്യതയുള്ള ഒരു വ്യക്തിയായിരിക്കണം അപ്പോസ്തലനായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് അന്നത്തെ ഈ 11 പേര് ചെയ്തു. ഈ 120 പേരുള്ള സംഘത്തിൽ എന്ത് ചെയ്തു? തീരുമാനമെടുത്തു എന്ന് നമ്മൾ പറയും. അങ്ങനെയാണ് ഈ ചീട്ട് മത്തിയാസിനെ ലഭിക്കുന്നത്. ഇനി പൗലോസിന്റെ അപ്പോസ്തലത്തെ കുറിച്ച് ഈ കൊരിന്തിലെ സഭ സംശയം ഉന്നയിച്ചു എന്ന ആ കാര്യം
ഒന്നാമത്തെ ലേഖനവും രണ്ടാം ലേഖനം വായിക്കുമ്പോൾ നമുക്ക് പല ഭാഗത്തും വായിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും പൗലോസിനെ ഏറ്റവും അധികം വിമർശിച്ച ഒരു കൂട്ടരെ ഈ കൊരിന്തിലാണ്. അതിന് കാരണം വിഭാഗീയത ഉള്ളത്, കക്ഷിത്വം, അതായത് ഡിവിഷൻ ഉണ്ടായിരുന്ന ഒരു സഭ ഏതായിരുന്നു? കൊരിന്തിന്റെ സഭയാണ്. കാരണം അവിടെ കേഫാവിന്റെ പക്ഷക്കാരായ ഒരു കൂട്ടരുണ്ടായിരുന്നു. പിന്നെ ഈ കേഫാവ് അതുപോലെ പിന്നെ ആരായിരുന്നു? അപ്പൊല്ലോസ് ഉണ്ടായിരുന്നു, ആ പക്ഷക്കാരുണ്ടായിരുന്നു. പൗലോസിന്റെ പക്ഷക്കാരുണ്ടായിരുന്നു. കാരണം പൗലോസിനെ ഒരു വ്യത്യസ്ത അപ്പോസ്തലനായിട്ടാണ് ആദിമസഭ കണ്ടിരുന്നത്. കാരണം ഒന്ന്, യേശുക്രിസ്തുവോടുകൂടി സഞ്ചരിച്ച ആളൊന്നുമല്ല, പക്ഷെ യേശുക്രിസ്തുവിനെ കണ്ട വ്യക്തിയാണ്. അത് മാത്രമല്ല, ഈ യഹൂദ ക്രിസ്ത്യാനികൾക്ക് എന്ന് പറഞ്ഞാൽ ഈ പരിച്ഛേദനക്കാരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും അധികം ഈ അങ്ങനെയുള്ള ആദിമ യഹൂദ ക്രൈസ്തവരെ സംബന്ധിച്ച്, യഹൂദ മതത്തിൽ നിന്ന് ആദിമ സമയത്ത് ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് വന്നവരെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രതിയോഗി എന്ന് വേണമെങ്കിൽ ഒരു പരിധി വരെ ഇവിടെ ആരെ പറയാം? പൗലോസിനെ പറയാം. കാരണം ഈ അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായം വായിക്കുമ്പോഴേ യെരുശലേം കൗൺസിലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. ആ യെരുശലേം കൗൺസിലിന്റെ വിഷയം എന്തായിരുന്നു? അന്ത്യോക്യയിൽ വന്ന ചില സഹോദരന്മാർ വന്നിട്ട് യഹൂദിയിൽ നിന്ന് വന്ന ചില സഹോദരന്മാർ വന്ന് പറഞ്ഞു, പരിച്ഛേദന എന്ത് ചെയ്യണം? ജാതികൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? പരിച്ഛേദന ഏൽക്കണം എന്ന് പറഞ്ഞു. ചില അനുശാസനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായപ്പോൾ നമ്മളെ ഗലാത്യലേഖനത്തിൽ പൗലോസ് 2-ാം അധ്യായത്തിൽ ആ കാര്യം പറഞ്ഞിട്ട്, ഈ അപ്പോസ്തലപ്രവൃത്തിയിൽ അത് പറയുന്നില്ലെങ്കിൽ ഗലാത്യലേഖനത്തിൽ ഈ പൗലോസും പത്രോസും തമ്മിൽ എന്തുണ്ടായി? ഒരു ക്ലാഷ് ഉണ്ടായി. കാരണം പത്രോസിനെ വിമർശിക്കുന്നുണ്ട്. കാരണം നീ ഭീരുത്വമുണ്ട്. അതുപോലെ ബർന്നബാസും എന്ത് ചെയ്തു? ഒരു വേള യഹൂദ ക്രിസ്ത്യാനികളെ ഭയപ്പെട്ട് എന്ത് ചെയ്തു? അതിനോട് ചായ്വ് കാണിച്ചു. എന്ന് പറഞ്ഞാൽ ഈ ഉപദേശത്തോടെ പരിച്ഛേദനക്കാരായ ക്രിസ്ത്യാനികൾ പറഞ്ഞ, അല്ലെങ്കിൽ യഹൂദൻ മതത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്ന, ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് വന്നവരുടെ ആ ഒരു അഭിപ്രായത്തോടെ ഒരു വേള ബർന്നബാസും എന്ത് ചെയ്തു? ഭയപ്പാടോടുകൂടി ചേർന്ന് നിന്നു എന്ന ആ കാര്യം പൗലോസ് ഈ ഗലാത്യലേഖനത്തിലും പരാമർശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്ന അനുസാരം പൗലോസാണ് ജാതികളുടെ അപ്പോസ്തലൻ. പക്ഷെ പത്രോസ് ആടേരിയിലെ അപ്പോസ്തലത്വമായിരുന്നു. പത്രോസിന്റെ ശുശ്രൂഷ ഏറ്റവും കൂടുതൽ എവിടെയായിരുന്നു? യഹൂദന്മാരുടെ ഇടയിലെ ശുശ്രൂഷയാണ്. ആ വാക്ക് വെച്ചാണ്, ആ പ്രയോഗം വെച്ചാണ് ഈ ഗേറ്റ് ചർച്ചുകാരെ പത്രോസ് പ്രസംഗിച്ച സുവിശേഷവും പൗലോസ് പ്രസംഗിച്ച സുവിശേഷവും രണ്ട് സുവിശേഷമാണ് എന്ന നിലയിൽ ഇന്ന് അവരെ പഠിപ്പിക്കുന്നതിന്റെ ഒരു കാരണം അതാണ് നമ്മുടെ വിഷയം. അതിൽ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് തന്നെ ഈ പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ പലപ്പോഴും പലരും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി ചോദ്യം ചെയ്ത ഒരു കൂട്ടരാണ് ആരെ? കൊരിന്തിലെ വിശ്വാസം. അവിടെ പൗലോസ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞാനും അപ്പോസ്തലൻ അല്ലയോ? ഞാനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടിട്ടില്ലയോ? അതുപോലെ അപ്പോസ്തലത്തിന്റെ മുദ്ര ഇതല്ലയോ? ഒരു അപ്പോസ്തലനാണെങ്കിൽ ചില അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ചെയ്യണം. അപ്പൊ ആ നിലയിലൊക്കെ പൗലോസിന്റെ അവകാശവാദം നമുക്ക് പല ഭാഗത്തും കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പൊ തീർച്ചയായും ഒരാൾ അപ്പോസ്തലനാണെങ്കിൽ അദ്ദേഹത്തിന് അപ്പോസ്തലിക യോഗ്യതകൾ എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം. അത് ആ നോട്ടിലെ ഉണ്ടായിരിക്കും. രണ്ടാമത്തത്, അപ്പൊ ഇന്ന് അപ്പോസ്തലൻ ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇന്ന് അപ്പോസ്തലന്മാരെ ഇല്ല. എന്നാൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് താനും. ഏത് ആശയത്തിൽ? രക്ഷിക്കപ്പെട്ട സകല വിശ്വാസികളും അപ്പോസ്തലന്മാരാണ്. എല്ലാവരും അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ ഈ അപ്പോസ്തലോസ് എന്ന് പറഞ്ഞാൽ ഐക്യപ്പെട്ടവെന്നാണ്. അപ്പൊ ആ ആശയത്തിൽ നാം ദൈവത്തിന്റെ അരുളപ്പാട് പ്രസംഗിക്കുന്നവരാണ്, നാം അപ്പോസ്തലന്മാരാണ്, നാം ഐക്യപ്പെട്ടവരാണ്. ആ ആശയത്തിൽ ഇന്ന് ജനറലായിട്ട് എല്ലാ ക്രിസ്ത്യ വിശ്വാസിമാരാണ് അപ്പോസ്തലന്മാർ ആണ്. ഇനി രണ്ടാമത്തെ കൃപാവരം വിവാദമുള്ളതാണ് പ്രവചനപരം. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ എഫേസ്യ ലേഖനം 4-ന്റെ 11-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നത് ഈ പ്രവാചകൻ എന്ന വാക്ക് അല്ലെങ്കിൽ പേര് വായിക്കുന്നുണ്ട്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും പിന്നെ അടുത്തത് പ്രവാചകന്മാരും. അപ്പൊ പ്രവചനപരം അല്ലെങ്കിൽ പ്രവചനം എന്ന വരമുള്ള വ്യക്തി പ്രവാചകൻ. ആ പ്രവാചകന്മാർ നമുക്ക് അവിടെ ശുശ്രൂഷ നമുക്ക് കാണാം. അത് പഴയ നിയമത്തിലും ഉണ്ടായിരുന്നു, പുതിയ നിയമത്തിലും ഉണ്ടായിരുന്നു. ഈ വാക്ക് അല്ലെങ്കിൽ ഈ കൃപാവരത്തെയും രണ്ട് നിലയിൽ നമുക്ക് കാണാൻ സാധിക്കും. പൊതുവായിട്ടും പിന്നെ ടെക്നിക്കലായിട്ടും. സാങ്കേതിക ആശയത്തിലും അതുപോലെ തന്നെ പൊതു അർത്ഥത്തിലും പ്രവാചകൻ അല്ലെങ്കിൽ പ്രവചന വരം അല്ലെങ്കിൽ പ്രവചന ശുശ്രൂഷയെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ജനറലായിട്ട് പറഞ്ഞാൽ നമ്മളെല്ലാവരും ആരാ? പ്രവാചകനാണ്. ദൈവത്തിന്റെ അരുളപ്പാടുകളെ എന്ത് ചെയ്യുക? അറിയിക്കുക. ആ ആശയത്തിൽ എല്ലാ വിശ്വാസികളും പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളാണ്.
എന്നാൽ അതേസമയം ഈ പ്രവചന വരം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ അരുളപ്പാട് അറിയിക്കുന്നു, നമ്മളിപ്പം ദൈവനം പഠിപ്പിക്കുന്നു, നമ്മൾ സഭയിലെ ദൈവനം പ്രബോധിപ്പിക്കുന്നു, പ്രസംഗിക്കുന്നു, പഠിപ്പിക്കുന്നു, ഇതൊക്കെ പ്രവചനമാണ്. ദൈവത്തിൽ നിന്നും അരുളപ്പാട് ലഭിച്ചിട്ട് നമ്മൾ ആ ലഭിച്ച അരുളപ്പാടുകൾ ഒരു പുസ്തകമായി നമുക്ക് രേഖയായി ലഭിച്ച് അതിനെ നമ്മൾ ഇത് എക്സ്പോസ് ചെയ്യാണ്, നാം വെളിപ്പെടുത്തുകയാണ് നാം ചെയ്യുന്നത്. എന്നാൽ പ്രവചനം എന്ന് പറയുന്നത്, പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. ദൈവത്തിൽ നേരിട്ട് എന്ത് ചെയ്യാം, പ്രാപിക്കുകയാണ്. നമ്മൾ വായിക്കുന്ന പത്രോസ് പറയുന്നുണ്ട്, പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യൻ പരിശുദ്ധാത്മ യോഗം പ്രാപിച്ച് സംസാരിച്ചത് അത്രേ. അപ്പൊ ആ നിലയിൽ ദൈവത്തിൽ നിന്നും പ്രത്യേക സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ അരുളപ്പാടുകൾ ലഭിച്ചിട്ട് അത് രേഖപ്പെടുത്തി അതുപോലെ അല്ലാതെയും അറിയിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ പ്രവചന വരം എന്ന് പറയുന്നത്. അത് ചില വ്യക്തികൾക്ക് മാത്രം നൽകിയിരുന്നതാണ്. അപ്പോസ്തല കാലത്ത് നമ്മൾ വായിക്കുമ്പോൾ പ്രവർത്തന പുസ്തകത്തിൽ ഒരു പ്രവാചകനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന അഗ്ഗബോസിനെ കുറിച്ച്, അദ്ദേഹം വരാൻ പോകുന്ന ഒരു ക്ഷാമത്തെ കുറിച്ച് പ്രവചിച്ചതായിട്ട് 11-ാമത്തെ അധ്യായത്തിന്റെ വായിക്കുന്നുണ്ട്. അതുപോലെ 13-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ 21-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഫിലിപ്പോസിന്റെ പെൺമക്കൾ പ്രവചന ശുശ്രൂഷ ഉള്ളവരായിരുന്നു, അല്ലെങ്കിൽ പ്രവാചികളായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ കുരുന്ത് സഭയിൽ ആരുണ്ടായിരുന്നു? പ്രവാചകന്മാർ. ഞാൻ ഓടിച്ച് പറയുക മാത്രമാണ് ചെയ്യുന്നത്. ഇനിയും ഈ പ്രവചന ശുശ്രൂഷ ഭാവിയിലും ഉണ്ടാകും. അതായത് മഹാപീഡന കാലത്തും പരിശുദ്ധാത്മാവ് ചില വ്യക്തികൾക്ക് എന്ത് നൽകും? പ്രവചന ശുശ്രൂഷ നൽകും, അല്ലെങ്കിൽ ആ വരം നൽകും. നമ്മൾ വായിക്കുന്നത് 11-ാം അധ്യായം, വെളിപാട് പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ ഒരു ദൈവാലയത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ ആലയത്തെ അളക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. അവിടെ പറയുമ്പോൾ അതിനുശേഷം അന്ന് എൻ്റെ 2 സാക്ഷികൾ എഴുന്നേൽക്കും എന്ന് നമ്മൾ വായിക്കുന്നു, അല്ലെ? എഴുന്നേൽക്കും. അവരെന്ത് ചെയ്യും? പ്രവചിക്കും. 1260 ദിവസം എന്ത് ചെയ്യും? അവർ പ്രവചിക്കും എന്ന് നമ്മൾ വായിക്കും. അവരെന്ത് ചെയ്യും? പിന്നീട് മൃഗം അല്ലെങ്കിൽ എതിർക്രിസ്തു അവരെ കൊന്നുകളയും. അവിടെ ശരീരം എന്ത് ചെയ്യും? അവിടെ യെരൂശലേമിന്റെ വീതിയിൽ കിടക്കും. പിന്നീട് അവരെന്ത് ചെയ്യും? അവർ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അവർ പ്രവചിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഒരു സൂചന അവിടെ ആ 2 പേർ ആരാണ് പലരും ചിന്തിക്കുന്നത്, അധികം ആൾക്കാർ ചിന്തിക്കുന്നത് അത് ഏലിയാവും മോശയുമാണ്. ചില ആൾക്കാർ ചിന്തിക്കുന്നു അത് ഹാനോക്കായിരിക്കും എന്ന് ചിന്തിക്കുന്നുണ്ട്. എന്നാലും ഏലിയാവും മോശയും ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രാബല്യത്തുള്ള, അല്ലെങ്കിൽ ഏറ്റവും അംഗീകൃതമായിട്ടുള്ള ഒരു അഭിപ്രായം. അപ്പോൾ പ്രവചന ശുശ്രൂഷ. 3-ാമത്തെ വീര്യപ്രവൃത്തികളാണ്. അത്ഭുതങ്ങൾ, അല്ലെങ്കിൽ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികൾ, അതുപോലെ രോഗശാന്തി, ഇതെല്ലാം ഒരു ഗണത്തിൽ നമുക്ക് പെടുത്തുവാൻ സാധിക്കുന്നതാണ്. വീര്യപ്രവൃത്തികളും രോഗശാന്തി. 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മളിത് വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 12-ന്റെ 28-ാമത്തെ വാക്യം. പിന്നെ വീര്യപ്രവൃത്തികൾ. അപ്പൊ ഈ വീര്യപ്രവൃത്തി എന്ന വരത്തോട് ചേർന്ന് തന്നെയുള്ള മറ്റൊരു വരമാണ് ഏത്? രോഗശാന്തി. ഒരാൾക്ക് സൗഖ്യം നൽകുക, രോഗസൗഖ്യം നൽകുക. അത് ഈ വീര്യപ്രവൃത്തിയുടെ ബന്ധമുള്ള എന്നാൽ വ്യത്യസ്തമായ വരമാണ്. അപ്പൊ അത് നമുക്ക് ഒരുമിച്ച് ഈ 2 വരത്തെയും നമുക്ക് ചിന്തിക്കാം. ഈ പ്രത്യേകമായ അടയാളങ്ങൾ ചെയ്യാനുള്ള, അല്ലെങ്കിൽ അത്ഭുതം ചെയ്യാനുള്ള കഴിവ് ഒരു വ്യക്തിക്ക് നൽകുന്നതാണ് ഏത്? ഈ വീര്യപ്രവൃത്തി അല്ലെങ്കിൽ രോഗശാന്തി. ഇത് ജനറലായിട്ടൊന്നുമില്ല. ഇത് ഈ പ്രവാചകനും പിന്നെ അപ്പോസ്തലനും ജനറലായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എന്നാൽ ഇത് പ്രത്യേകമായ ലക്ഷ്യത്തോടെ ദൈവം ചില വ്യക്തികൾക്ക് മാത്രം നൽകിയ ഒരു വരമാണ്, കഴിവാണ് ഏത്? വീര്യപ്രവൃത്തിയും അതുപോലെ രോഗശാന്തി എന്ന ഈ വരം. നമ്മളെ പ്രവർത്തന പുസ്തകത്തിൽ പൗലോസ് 19-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഈ രോഗശാന്തി എന്ന ആ വരം പൗലോസ് ഉണ്ടായിരുന്നു എന്ന സൂചന നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. അതിലെ 19-ാം അധ്യായം അതിന്റെ 11-ഉം 12-ഉം വാക്യം വായിക്കുമ്പോൾ അവിടെ ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കുകയാണ്. അവന്റെ മെയ്മേൽ നിന്ന് റുമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും. അപ്പൊ അവിടെ നമ്മൾ വായിക്കുന്ന പൗലോസിന്റെ കൈകൊണ്ടല്ല, പൗലോസ് പറഞ്ഞിട്ടല്ല, കൽപ്പിച്ചിട്ടൊന്നുമല്ല. പിന്നെ പൗലോസിന്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ പുതപ്പോ അല്ലെങ്കിൽ റൂമാലോ അതിട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യാം? സൗഖ്യം വരിക.
അതിൻ്റെ പേരിലാണ് ബെന്നിഹിൻ. നിങ്ങൾക്കറിയാവുന്ന ആളാണ്. അദ്ദേഹം ബാംഗ്ലൂരിൽ വന്നിട്ടുണ്ട്, കേരളത്തിൽ വന്നിട്ടില്ല. ശ്രീനാഥ് ബോക്കെ മാത്രമാണ് കേരളത്തിൽ കൊച്ചിയിൽ വന്നത്. അപ്പോൾ ഈ ബെന്നിഹിനും ചെയ്യുന്ന പരിപാടി ഇതാണ്. ഒരു തൂവാല വെച്ചത് അദ്ദേഹം വീശം വെച്ചു. അപ്പോൾ ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, മറിഞ്ഞു. അപ്പോൾ ഇത് കിട്ടിയത് ഇവിടുന്ന്. അപ്പോൾ ഇത് പൗലൂസിന് ദൈവം നൽകിയ രോഗശാന്തിക്കുള്ള വരം അല്ലെങ്കിൽ വീര്യപ്രവർത്തിക്കുള്ള വരത്തിന്റെ ഒരു പ്രദർശനം ആണ് നമ്മൾ ഈ എഫെസോസിൽ 19-ാമത്തെ അധ്യായത്തിൽ നമ്മളെ കണ്ടത്. എന്നാൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ വരം സൗഖ്യം നൽകാനുള്ള വരം ഉണ്ടായിട്ടുള്ള, പ്രത്യേകിച്ച് പൗലൂസെ സർപ്പത്തെ പിടിച്ചെടുത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ ഭൂതഗ്രസ്തയായ സ്ത്രീയിൽ നിന്ന് എന്ത് ചെയ്യുക, ഭൂതം വിട്ടുപോയത് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൗലൂസെ ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യുക, ചില അതിസാരം എന്ത് ചെയ്തു, സൗഖ്യമാക്കിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും പൗലൂസിന്റെ മിഷണറി യാത്രകളിൽ, പ്രവർത്തനങ്ങളിൽ പൗലൂസ് എന്ത് ചെയ്യുന്നു, ഈ വീര്യപ്രവർത്തികൾ അല്ലെങ്കിൽ രോഗശാന്തിക്കുള്ള വരം ഉപയോഗിച്ചതായിട്ട് വായിക്കുക. ഫിലിപ്പിലേഖനം നോക്കിയേ, 2-ാം അധ്യായം അതിന്റെ 25, 26, 27 വാക്യങ്ങളെ. ഫിലിപ്പിലേഖനം 2-ാം അധ്യായം. അവൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യമെങ്കിലും ദൈവം അവനോട് കരുണ കാണിച്ചു. അപ്പൊ അവിടെ ഈ ഒരു പക്ഷേ ജയിലിൽ വെച്ച് പൗലൂസ് സൗഖ്യം നൽകിയതായിരിക്കാം അവിടെ വായിക്കുന്ന ഈ പരാമർശം. അതുപോലെ ഇത്ര ദീനമായിട്ടും ദൈവം തന്നോട് കരുണ കാണിച്ചു എന്നാൽ അതേസമയം യഥാർത്ഥത്തിൽ പൗലൂസ് ചെയ്യേണ്ടത് എന്തായിരുന്നു? ദൈവം കരുണ കാണിച്ചു എന്ന് പറഞ്ഞാൽ ഈ വീര്യപ്രവൃത്തി അല്ലെങ്കിൽ രോഗശാന്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുണയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല. പിന്നെ ദൈവം പെട്ടെന്ന് നടത്തുക, ഒരു കാര്യം നടത്തുക. ഇപ്പൊ പത്രോസും യോഹന്നാനും ഈ മുടന്തനോട് പറഞ്ഞു, നസ്രാനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അവിടെ കരുണ കാണിക്കുകയില്ല. പക്ഷെ അവരെന്ത് ചെയ്തു, പതുക്കെ എന്ത് ചെയ്തു, നടക്കാൻ തുടങ്ങി. പിന്നെ കാലക്രമേണ 1 മാസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, പൂർണ്ണ വിടുതൽ ലഭിച്ചു എന്ന് പറയുകയാണെങ്കിൽ അത് ദൈവം അവിടെ എന്ത് ചെയ്തു, പ്രത്യേക കരുണ കാണിക്കുക. ഇവിടെ സംഭവിച്ചതല്ല. ഇവിടെ എന്ത് ചെയ്തു, നൂട്ടിയിടയിൽ എന്ത് ചെയ്തു, അവിടെ എഴുന്നേറ്റ് പോകുന്നു. അപ്പൊ ഈ എപ്പപ്പോലൂസും ജയിലിൽ വെച്ച് പൗലോസ് വളരെ പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവം കരുണ കാണിച്ചുകൊണ്ട് എന്ത് ചെയ്തു, അവൻ മരിക്കാതെ എന്ത് ചെയ്തു, രക്ഷപ്പെട്ടു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ സമയത്ത് പൗലോസെ ഉപയോഗിച്ചില്ല, അല്ലെങ്കിൽ പൗലോസ് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. വീര്യപ്രവൃത്തിക്കുള്ള വരം ഉണ്ടായിരുന്ന, രോഗശാന്തിക്കുള്ള വരം ഉണ്ടായിരുന്ന പൗലോസിനെ അത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഉപയോഗിച്ചില്ല എന്നുള്ള ഒരു സൂചന അവിടെ നമുക്ക് ലഭിക്കും. മറ്റൊരു തെളിവാണ് 1 തിമോഥെയോസ് 5-ന്റെ 23-ാമത്തെ വാക്യം. 1 തിമോഥെയോസ് 5-ന്റെ 23-ാമത്തെ വാക്യത്തില് അവിടെ തിമോഥെയോസിനെ കുറിച്ചാണ് വായിക്കുന്നത്. താനും രോഗിയായിരുന്നു, തിമോഥെയോസ് രോഗിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു, ഈ വീര്യപ്രവൃത്തികൾക്കുള്ള വരമുണ്ടായിരുന്ന പൗലോസ് അത് കണ ഉപയോഗിച്ചോ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്തായിരുന്നാലും തിമോഥെയോസ് എന്ത് ലഭിച്ചില്ല, സൗഖ്യം ലഭിച്ചില്ല. പക്ഷെ അവിടെ ഒരു പ്രതിവിധിയായിട്ട് എന്ത് പറഞ്ഞു, വീഞ്ഞ് കുടിക്കാൻ പറഞ്ഞു. ഇനി മറ്റൊരു തെളിവ് 2 തിമോഥെയോസ് 4-ാം അധ്യായം 20-ാമത്തെ വാക്യം. 2 തിമോഥെയോസ് 4-ന്റെ 20-ാമത്തെ വാക്യം. ത്രോഫിമോസിനെ ഞാൻ രോഗിയായി വിട്ടേച്ചു പോയി. എന്താ പറ്റിയ? ഈ രോഗശാന്തി വരമുണ്ടായിരുന്ന, വീര്യപ്രവർത്തിക്കുള്ള വരമുണ്ടായിരുന്ന ഈ പൗലൂസ് ത്രോഫിമോസിനെ എന്ത് ചെയ്തു, രോഗിയായിട്ട് എന്തു കാരണം അത് ഉപയോഗിച്ചില്ല, അല്ലെങ്കിൽ പറയാം ആ വരം ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിൽ എന്ത് ചെയ്തു, ഫ്രീസ് ചെയ്യപ്പെട്ടു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാം. എന്തായാലും അസൂയ കൊണ്ടായിരിക്കില്ല പൗലൂസ് ഇവൻ അങ്ങനെ സൗഖ്യം കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഒരിക്കലും എന്ത് ചെയ്യില്ല, പൗലൂസ് ചിന്തിക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വരങ്ങളെ നൽകിയ ഒരു പ്രത്യേക സന്ദർഭമുണ്ട്. അപ്പൊ ഈ കാലഘട്ടം വന്നപ്പോൾ ഒരു കാര്യം ഇവിടെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്, പൂർണ്ണമായത് വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം എബ്രായലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്ന ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചത് ഈ അന്ത്യകാലത്തെ പുത്ര മുഖാന്തരം നമ്മോടെ അരുളി ചെയ്യും. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന്റെ വികാസം അല്ലെങ്കിൽ ദൈവവചനം നമുക്ക് അവർക്ക് ലഭ്യമായി കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ദൈവത്തിന്റെ അരുളപ്പാടില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് ഞാൻ ഒരു മാനദണ്ഡവുമില്ല, ഒരു ഉപകരണവുമില്ല. ദൈവദിനം പറയാൻ അല്ലെങ്കിൽ പ്രസംഗിക്കുവാൻ, ഈ സന്ദേശം അറിയിക്കാൻ വേണ്ടി ഒരു ടൂൾസുമില്ല. ആകെയുള്ള ടൂൾസ് എന്ന് പറഞ്ഞാൽ ഈ വരങ്ങളാണ്. ഈ രോഗശാന്തി, ഈ വീര്യപ്രവൃത്തി, ഈ അന്യഭാഷ, ഇങ്ങനെയുള്ള വരങ്ങളിലൂടെയാണ്, ആ ഉപകരണങ്ങളാണ് സുവിശേഷത്തിന്റെ ശക്തിക്ക് അല്ലെങ്കിൽ അതിന്റെ സ്ഥിരീകരണത്തിന് വേണ്ടി ദൈവം നൽകിയത്. നമ്മൾ ഇന്നലെയും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചതാണ് എബ്രായരുടെ 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. എന്താ? ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് തന്നതുമായ ഇത്ര വലിയ രക്ഷ. അപ്പൊ ആ രക്ഷയെ ഉറപ്പിക്കാൻ അല്ലെങ്കിൽ അവർ പ്രസംഗിച്ച സുവിശേഷത്തെ സ്ഥിരീകരിക്കാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച ചില അടയാളങ്ങളായിരുന്നു, ഉപകരണങ്ങളായിരുന്നു, ടൂൾസ് ആയിരുന്നു. ഏത്? വരങ്ങൾ അല്ലെങ്കിൽ വീര്യപ്രവൃത്തികൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇനി രോഗശാന്തി മാത്രമല്ല, മറ്റു ചില സന്ദർഭങ്ങളിലും പൗലോസ് ഈ അത്ഭുതകരമായ നിലയിൽ വീര്യപ്രവൃത്തി ചെയ്ത് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 13-ാം അധ്യായം വായിക്കുന്നു. പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കള്ളപ്രവാചകനായ എലീമാസിനെ കുറിച്ച് നമ്മൾ വായിക്കും. കള്ളപ്രവാചകനായ എലീമാസ്. ആ എലീമാസിനോടെ അവിടെ പൗലോസ് ശാസിക്കുക. എന്ത് ചെയ്തു? അവൻ ഒരു വേള എന്ത് ചെയ്തു? കുരുടനായി മാറി എന്ന് നമ്മൾ വായിക്കും. അപ്പൊ അത്ഭുതകരമായി രോഗശാന്തിക്കുള്ള വരം മാത്രമല്ല, രോഗശാന്തി നൽകുക മാത്രമല്ല, ചിലരെ രോഗിയാകുകയും ചെയ്തു. ആരെ? പൗലോസ്. രോഗശാന്തിക്കുള്ള വരം ലഭിച്ച പൗലോസ് ചില വ്യക്തിയെ എന്ത് ചെയ്തു? എലിമാസിനെ അന്ധനാക്കി കൂടി എന്ത് ചെയ്തു? ഈ വീര്യപ്രവൃത്തിക്കുള്ള വരം ഉപയോഗിച്ച് പൗലോസ് അവിടെ ചെയ്തു. ഇനി മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, വീര്യപ്രവൃത്തിക്കുള്ള വരം അല്ലെങ്കിൽ രോഗശാന്തിക്കുള്ള വരവും രോഗസൗഖ്യവും രണ്ടാണ്. രോഗസൗഖ്യം എന്ന് പറയുന്നതും ദൈവിക രോഗശാന്തി അല്ലെങ്കിൽ ദൈവിക രോഗസൗഖ്യം എന്ന് പറയുന്നതും പിന്നെ രോഗശാന്തിക്കുള്ള വരം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. മനസ്സിലായില്ല? രോഗശാന്തിക്കുള്ള വരം എന്ന് പറയാൻ കേട്ടതാ രോഗികളെ സൗഖ്യമാക്കാനുള്ള വരം. എന്നാൽ രോഗശാന്തി എന്ന് പറയുന്നത് എന്താ? ഇന്ന് എന്തുണ്ട്? രോഗശാന്തി ഉണ്ട്, വരമില്ല. ഇന്നും വീര്യപ്രവർത്തികളുണ്ട്, പക്ഷെ എന്തില്ല? വീര്യപ്രവർത്തികൾക്കുള്ള വരമില്ല. അപ്പൊ ഈ വ്യത്യാസം മനസ്സിലാക്കാം. ദൈവം എന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. ദൈവം എന്നും അനേക രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായി? നമ്മുടെ ഒക്കെ വ്യക്തമായ ജീവിതങ്ങളിൽ നോക്കിയാൽ ദൈവം എത്രയോ വലിയ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്, എത്രയോ അത്ഭുതം ഇന്നും ദൈവം ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് നമ്മൾ വായിക്കുന്നത് നാനാ രോഗികളെ എന്ത് ചെയ്തു? സൗഖ്യമാക്കി എന്ന് വായിക്കുന്നു. പൗലോസിന്റെ നിഴല് തട്ടിയപ്പോൾ എന്ത് ചെയ്തു? സൗഖ്യമായി എന്ന് വായിക്കുന്നു. അങ്ങനെയുള്ള അത്ഭുതങ്ങൾ അത് ചെയ്യാൻ കാരണം, എന്നാൽ ബർന്നബാസ് പോയപ്പോൾ ബർന്നബാസിന്റെ നെല്ല് തട്ടിയപ്പോഴോ അല്ലെങ്കിൽ മറ്റ് യാക്കോബിന്റെ നെല്ല് തട്ടിയപ്പോഴോ അങ്ങനെ സംഭവിച്ചില്ല. ദൈവം ചില വ്യക്തികൾക്ക് കൃപാവരങ്ങൾ, അതായത് വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ, അതിശയകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ, അത്ഭുതപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അമാനുഷികമായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള വരം നൽകി. ആ വരം നൽകിയപ്പോൾ ദൈവം പ്രവർത്തിച്ചു. എന്നാൽ അതുപോലെയുള്ള പ്രവർത്തികൾ ദൈവിക പ്രവർത്തികൾ ഇന്നും പഴയ നിയമത്തിലേക്ക് പോയാലേ ഈ യെരിഹോ മതിലെ വീഴ്ത്തുന്ന കാര്യം നമുക്കറിയാം. യോശുവയ്ക്ക് കൂട്ടക്കം വരം കൊടുത്തോണ്ടാണോ യെരിഹോ മതിൽ വീണത്? അല്ല, ആ വരവൊന്നും നോക്കില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? അവരെ ഈ യെരിഹോവിനെ എന്ത് ചെയ്തു? ചുറ്റി. അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഏലിയാവിന് വരവൊന്നുമില്ലായിരുന്നു, പക്ഷെ ഏലിയാവ് എന്ത് ചെയ്തു? അത്ഭുതങ്ങൾ എന്ത് ചെയ്തു? പ്രവർത്തിച്ചു. അപ്പൊ ദൈവം സഭയ്ക്ക് നൽകിയ ഒരു കൃപാവരമാണ് ഈ ആവരങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ 2 വരങ്ങളാണ് ബന്ധമുള്ളതാണ്, വീര്യപ്രവൃത്തിയും മറ്റൊന്ന് രോഗശാന്തി. അപ്പൊ ഇന്നും ദൈവം എന്ത് ചെയ്തു? അനേക രോഗികളെ എന്ത് ചെയ്തു?
സൗഖ്യം നൽകും. നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ ചെല്ലുമ്പോൾ യാക്കോബ് അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ഒരുവൻ രോഗിയായിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സഭയിലെ മൂപ്പന്മാരെ എന്ത് ചെയ്യണം? വരുത്തണം. പാസ്റ്റർമാരെ എന്ത് ചെയ്യണം? വരുത്തണം. അപ്പൊ സഭയുടെ വലിയൊരു ഉത്തരവാദിത്വം ഞാൻ ഓർപ്പിക്കാം ആ ബന്ധത്തിൽ. ശുശ്രൂഷയുള്ള ബന്ധത്തിലാണ് എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. ഈ എണ്ണ പൂശി പ്രാർത്ഥിക്കുന്ന പറഞ്ഞാൽ അതിനർത്ഥം ഈ അവരുടെ സിംബോളിക്കായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എണ്ണ പൂശുക എന്ന് പറഞ്ഞാൽ ഈ എന്താ അഭിഷേകം, ആ ആശയമുണ്ട്. ഈ ആ ആശയത്തിലെ ഒരു മരുന്നെന്ന നിലയിലെ എണ്ണയെ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ, ദൈവാശ്രത്തെ വർദ്ധിപ്പിക്കുക എന്ന ആ ആശയത്തിൽ എണ്ണ ഉപയോഗിച്ചു എന്നല്ലാതെ ആ എണ്ണയ്ക്ക് ഒരു പ്രത്യേകത ഒന്നും ഇല്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ മൂപ്പന്മാർ എന്ത് ചെയ്യണം? സഭയുടെ മൂപ്പന്മാർ തീർച്ചയായും ഈ ശുശ്രൂഷ ചെയ്യണം. എണ്ണ പൂശുകൊന്നും വേണ്ട. പിന്നെ എന്ത് ചെയ്യണം? രോഗികൾ വീട്ടിലൊക്കെ എന്ത് ചെയ്യണം? പോകണം. രോഗികളായാലും എന്ത് ചെയ്യണം? അവരെക്കൊക്കെ സൗഖ്യം നൽകുവാൻ വേണ്ടി എന്ത് ചെയ്യണം? അപ്പൊ ദൈവഹിതമാണെങ്കിൽ എന്ത് ചെയ്യും? തീർച്ചയായും ദൈവം എന്ത് ചെയ്യും? സൗഖ്യം നൽകും. പക്ഷെ ഇന്ന് സംഭവിക്കുന്നത് എന്താ? ഈ പ്രാർത്ഥിച്ച് സൗഖ്യം വരാതെ വരുമ്പോൾ, ദൈവത്തിന് സൗഖ്യം നൽകാൻ കഴിയാതെ വരുമ്പോൾ എങ്ങോട്ട് പോകും? ആശുപത്രിയിലേക്ക്. പക്ഷെ ഒരു കൂട്ടർ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ബോധമില്ല, നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എന്ത് വന്നാലും നേരെ കൊണ്ടുപോകും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവിടെ ഡോക്ടർക്ക് സൗഖ്യമാക്കാൻ കഴിയാതെ വന്നാൽ എന്ത് ചെയ്യും? അവരുടെ ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടെന്ത് ചെയ്യും? ചിലർക്ക് പറയാറുണ്ടല്ല, സീരിയസ് ഒക്കെ ആത്മ പറയും, ഡോക്ടേഴ്സ് പറയും, ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, ഇനി നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോടെ പ്രാർത്ഥിക്കും. അപ്പൊ ഇന്നും ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? അത്ഭുതങ്ങളും അതുപോലെ വീര്യപ്രവൃത്തികളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് രോഗശാന്തി മനുഷ്യനെ കൂടി നടക്കുന്നില്ല. അതെ, പക്ഷെ അത് പ്രാർത്ഥനയല്ല, അനേക വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. വരമില്ല. വരമെന്ന് പറഞ്ഞാല് അതെല്ലാ വ്യക്തികളെയും അവർക്ക് സൗഖ്യമാക്കാൻ പറ്റും. ഏതു തരം രോഗങ്ങളെയും സൗഖ്യമാക്കാൻ പറ്റും. പൗലോസിന് രോഗമുണ്ടായിരുന്നു, പൗലോസിന് വരമുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടായിരുന്നു? രോഗശാന്തിക്കുള്ള വരമുണ്ടായിരുന്നു. അതേസമയം പൗലോസ് എന്തുകൊണ്ടായിരുന്നു? രോഗമുണ്ടായിരുന്നു. ഇല്ല, വരം എന്ന നിലയിലില്ല. ഇല്ല. രോഗശാന്തി വരപ്രാപ്തർ, രോഗശാന്തി വരപ്രാപ്തർ എന്ന് പറയുന്ന ആൾക്കാരില്ലേ, അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു വരം ഇന്ന് ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും എല്ലാ രോഗവും സൗഖ്യമാകുമായിരുന്നു. ഇപ്പം മുല്ലക്കര ദേവസ്യ സാറ് എൻ്റെ അയൽവാസി, കണ്ണൂരെ, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ്, കുടിങ്ങോത്താണ്. അതൊക്കെ നിന്നുപോയി. യസ്മൻ പ്രേയർസ് പ്രാർത്ഥനാലയം. മരിച്ചിട്ടില്ല, രോഗിയായിട്ട് കഴിയുക. ക്ഷീണിതനാണ്. രണ്ടുപേരും ടീച്ചറും ക്ഷീണിതയാണ്. അതുപോലെ ധാരാളം ആൾക്കാർ, ഈ ദിനകരൻ അറിയാം, പോൾ ദിനകരൻ, അദ്ദേഹത്തിൻ്റെ മോൻ പോൾ ദിനകരൻ. പക്ഷേ ആ പുള്ളിക്കാരത്തെ ഏജില മരിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതുപോലെ പോൾ ദിനകരൻ തന്നെ എന്ത് ചെയ്തു? ഈ രോഗസൗഖ്യം നൽകുമ്പോൾ പോലും അദ്ദേഹം അമേരിക്കയിൽ പോയി ചെയ്തു ചികിത്സിച്ച. പുള്ളിക്കാരൻ്റെ എന്ത് ചെയ്തു? എനിക്ക് തോന്നുന്നത് ട്രാൻസ്പേഷൻസിലായിരുന്നു. പുള്ളിക്കാരൻ്റെ ബൈപ്പാസ് സർജറി നടന്ന അമേരിക്കയിലാണ്. അപ്പൊ ഇത് രോഗസൗഖ്യം ദിവ്യം നൽകും. അത് ദിനകരനും നൽകിയിട്ടുണ്ട്, നമുക്കും നൽകുന്നുണ്ട്. പക്ഷേ രോഗശാന്തിക്കുള്ള വരം എന്ന് പറയുന്നത് ഇന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ രോഗശാന്തികൾക്കുള്ള വരം ഇല്ല എന്ന് പറയാനുള്ള കാരണം? അപ്പൊ ഈ വരങ്ങളെല്ലാം, വരങ്ങളുടെ ഉദ്ദേശം മനസ്സിലാക്കണം. ദൈവം വരം എന്തിനാണ് സഭയ്ക്ക് നൽകിയത് എന്നുള്ളത് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. അപ്പൊ ഈ വരം നൽകിയത്, അധികം വരങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു? ഈ വിശ്വാസത്തെ അല്ലെങ്കിൽ രക്ഷയെ ഉറപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു. വേറെ മറ്റു മുഖാന്തരമില്ലായിരുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇപ്പൊ നമ്മൾ ഈ ബിൽഡിംഗ് പണിത സമയത്ത് ഇവിടെ ഒത്തിരി എന്തായിരുന്നു, സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ കോങ്ങിന്റെ വരുന്നത് അത് ഇത് പൂർത്തിയായ ശേഷം എന്തില്ല, അതെല്ലാം എടുത്തു കളഞ്ഞു. ഇന്നിപ്പോ അതില്ലാതെ തന്നെ ഇത് നിൽക്കാൻ സാധിക്കും. അപ്പൊ സുവിശേഷം അല്ലെങ്കിൽ ദൈവവചനം സഭ ആരംഭിക്കുന്ന ആ കാലഘട്ടത്തിൽ ഒന്നുമില്ല, ഒരു ശൂന്യതയെന്ന് ഒന്നുമില്ലായ്മെന്നാണ് ഈ കാര്യം ആരംഭിക്കുന്നത്. അതിന്റെ ആരംഭത്തിന്റെ ആ ലളിതത്വം, അതായത് ഒന്നുമില്ലായ്മയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന്റെ വചനം ഇല്ലാതിരുന്ന ആ കാലഘട്ടങ്ങളിൽ ചില വരങ്ങളിലൂടെയും എന്ത് ചെയ്തു? ഈ
ഈ കാര്യം ചെയ്തു എന്നുള്ളത്. അപ്പൊ എന്തുകൊണ്ട് ഇന്ന് കേൾക്കുന്ന രോഗശാന്തികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ എന്തുകൊണ്ട് ദൈവവചനവുമായി ബന്ധമില്ലാത്തതാണ് എന്ന് ഓർപ്പിക്കാൻ സഹായമായ ചില കാര്യങ്ങളെ ഞാൻ ഓർപ്പിക്കാം. ഒന്ന്, ഇന്നത്തെ രോഗശാന്തി എന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന രോഗശാന്തിയല്ല. എന്താ, സാവകാശം ധരിക്കുന്ന, അല്ലേ? ശരിയാണ്. നമ്മളെ ഒരാളെ പോലും ഇവരാരും എന്ത് ചെയ്യുന്നില്ല. ഇപ്പോൾ ഉദാഹരണം, ഈ കൈ നീറുകയില്ലായിരുന്നു, പക്ഷേ ഇപ്പൊ എന്ത് ചെയ്തു, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അല്പമൊക്കെ ഇങ്ങനെയൊക്കെ എത്രയോ അനുഭവ സാക്ഷ്യങ്ങൾ ഈ ടിവിയിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. മുല്ലക്കര ദേവസ്വം സാറൊക്കെ അത് ചെയ്തത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ഇന്ന് ഇങ്ങനെയുള്ള അവകാശവാദങ്ങൾ ഉണ്ടെന്നുള്ളൂ. എന്നാൽ മറ്റൊരു കാര്യങ്ങൾ ഓർക്കേണ്ടത്, എല്ലാ തരം നാനാ രോഗികളെ എന്ത് ചെയ്തു, സൗഖ്യമാക്കി. അതിന് ഒരു വ്യത്യാസവുമില്ല. ഒന്ന് വേഗമായിരുന്നു, പെട്ടെന്നായിരുന്നു. മറ്റൊന്ന് പൂർണ്ണ സൗഖ്യമായിരുന്നു, ഭാഗികമായ സൗഖ്യമായിരുന്നു. പിന്നെ ചില രോഗങ്ങൾക്ക് മാത്രമാണ് ഇന്ന് സൗഖ്യമുള്ളത്, അല്ലേ? ഇവർ പറയുന്ന സൗഖ്യം എന്ന് പറയാൻ ഓട്ടിസം മാറ്റുമോ, സെറിബ്രൽ പൾസ് മാറ്റുമോ, ചിക്സ് എന്ന് പറയുന്ന രോഗം ഈ ചില ആൾക്കാർ ഇങ്ങനെ കണ്ടില്ലേ, ചിക്സ്. അപ്പൊ എത്രയോ, അതുപോലെ തന്നെ അപസ്മാരം, അതുപോലെ മുടന്ത്, പിന്നെ അന്ധത, അതുപോലെ ബധിരത, മൂകത. അപ്പൊ മൂകന്മാരെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്തില്ല, ഇതൊന്നും പറ്റില്ല. അത് എന്ത് ചെയ്തു, ഷുഗർ മാറി, അല്ലെങ്കിൽ എന്ത് ചെയ്തു, കൊളസ്ട്രോൾ മാറി, അത് മാറി, ഇത് മാറി, ഇങ്ങനെയുള്ള പനി മാറി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ അവകാശവാദത്തിന്റെ ലിസ്റ്റില് ഉണ്ടാകുന്നത്. അപ്പൊ കർത്താവ് നൽകിയ സൗഖ്യം, അപ്പോസ്തലന്മാർ നൽകിയ സൗഖ്യം എല്ലാവിധ നാനാവിധ രോഗികളെയും പെട്ടെന്ന് എന്ത് ചെയ്തു, മാറ്റുക. അങ്ങനെ ഒരു സൗഖ്യ രീതി ഇന്ന് എന്നുമില്ല. ഈ കോവിഡിന്റെ സമയത്ത് എവിടെയായിരുന്നു ഇവരൊക്കെ? എവിടെയായിരുന്നു? ഇവരെല്ലാം മാളത്തിലടിച്ചു. അപ്പൊ ഇത് വചനം ശരിയായ നിലയെ പഠിപ്പിക്കാത്തത് കൊണ്ട് സംഭവിച്ച ഒരു കാര്യം. ഓക്കെ, നമ്മളിനി ചിന്തിക്കുന്നത് ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കൃപാവരത്തിലേക്കാണ്. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അന്യഭാഷയും അപ്പോസ്തലൻ, പിന്നെ പ്രവാചകൻ, വീര്യപ്രവൃത്തി, രോഗശാന്തി. മറ്റൊരു പ്രധാനപ്പെട്ട വരമാണ് ഏത്? അന്യ ഭാഷ അല്ലെങ്കിൽ ഭാഷാവരം. ഏറ്റവും അധികം സമയം ചെലവഴിച്ച് ശ്രദ്ധിച്ച് നാം പഠിക്കേണ്ട ഒരു വിഷയമാണ്, കൃപാവരമാണ് ഈ അന്യഭാഷ എന്ന് പറയുന്നത്. ഈ കൃപാവരത്തെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ബൈബിളിലെ ഏറ്റവും അധികം ഭാഗം അല്ലെങ്കിൽ വാക്യങ്ങളെ, അധ്യായങ്ങളെ മാറ്റിവെച്ചു. ഈ തെറ്റായിട്ടുള്ള ധാരണ ആദ്യമായി നമുക്ക് നോക്കാം. എന്താ തെറ്റായിട്ടുള്ള ചില ധാരണ? ഒന്നാമത്തെ തെറ്റിദ്ധാരണ, ഈ അന്യഭാഷയെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണ, വ്യക്തിപരമായി ദൈവത്തോട് സംസാരിക്കുവാൻ വേണ്ടി ഉള്ള ഒരു ഭാഷയാണ് അന്യഭാഷ. അപ്പൊ എനിക്ക്, ഒരു വിശ്വാസിക്ക് ദൈവവുമായി വ്യക്തിപരമായി സംസാരിക്കാൻ ഉള്ള ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു ഭാഷ, അതാണ് ഏത്? അന്യഭാഷ. അതുകൊണ്ട് തന്നെ ഞാൻ വ്യക്തിപരമായി ദൈവത്തോട് സംസാരിക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ സംസാരിക്കുന്ന അന്യഭാഷ ആർക്കും മനസ്സിലാകില്ല, കേൾക്കുന്നവർക്ക്, അല്ലെങ്കിൽ ആർക്കും മനസ്സിലാകില്ല, അല്ലെങ്കിൽ ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല. അങ്ങനെ ഒരു വാക്യമുണ്ട്. ഇന്നലെ ആരോ ഒരു വ്രത ചോദിച്ച ചോദ്യമാണ്. 1 കൊരിന്ത്യർ 14:2 വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടൊക്കെ സംസാരിക്കുന്നു, ആരും എന്ത് ചെയ്യുന്നില്ല, തിരിച്ചറിയുന്നില്ല. ആ വാക്യം എടുത്താണ് ഈ അന്യഭാഷ ഒരു പ്രാർത്ഥനയ്ക്കുള്ള ഭാഷയാണ്, ദൈവത്തോട് മാത്രം സംസാരിക്കാനുള്ള ഭാഷയാണെന്നും ആരും തിരിച്ചറിയാത്ത ഭാഷയാണ് എന്നും സ്ഥാപിക്കാൻ വേണ്ടി ഈ സഹോദരങ്ങളെ പലപ്പോഴും ഉപയോഗിക്കുന്ന, പലപ്പോഴും നല്ല എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യമാണ് അത് 1 കൊരിന്ത്യർ 14 2 വാക്യം. ഓക്കെ, ഈ ബൈബിൾ തൊട്ട് നോക്കാത്ത കള്ളിയോട് 2ാമത്തെ ഒരു വേദവാക്യമുണ്ട്, അറിയാമോ? ഏതാ? ബൈബിളെ തൊട്ട് പോലും നോക്കാത്ത ഒരു കള്ളുകൂടിയന്മാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യം ഏതാണെന്നറിയാമോ? ബൈബിളിൽ വാക്യം, കർത്താവ് വെള്ളം വീഞ്ഞാക്കി. പിന്നെ തിമോഥെയോസ് എന്ന് പറഞ്ഞല്ലോ, പൗലോസ് അസാരം വീഞ്ഞ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം? മദ്യപിക്കുന്നത് എന്തല്ല, പാപം. അപ്പൊ ഇങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്.
അപ്പൊ ഇവരെ സംബന്ധിച്ച് ഈ വാക്യം മുഴുവൻ മറ്റു വാക്യമൊന്നും എന്ത് ചെയ്യില്ല, അവരെ പഠിക്കുകയില്ല. ഈ 1 കൊരിന്ത്യർ 14 രണ്ടാമത്തെ വാക്യം ആണ് ഞാൻ പറഞ്ഞത്. 1 കൊരിന്ത്യർ 14 രണ്ടാമത്തെ 14:2. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടൊക്കെ സംസാരിക്കുന്നു, ആരും എന്ത് ചെയ്യുന്നില്ല, തിരിച്ചറിയുന്നില്ല. ഇപ്പൊ നമ്മൾ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട മറ്റൊരു നിയമം ഞാൻ ഓർപ്പിക്കാം. നമ്മളെ ഇന്നലെ ഞാൻ ഓർപ്പിച്ചു, പശ്ചാത്തലം എന്ത് ചെയ്യണം, അതിന്റെ മുൻപും പിൻപുമുള്ള ഭാഗം എന്ത് ചെയ്യണം, പരിശോധിക്കുന്നത്. അതിൽ പറയുന്ന ഈ ബൈബിൾ വ്യാഖ്യാനത്തിൽ പറയുന്ന ഹെർമനൂട്ടിക്സ്, ബൈബിൾ വ്യാഖ്യാന ശാസ്ത്രം, ബൈബിൾ വ്യാഖ്യാനിക്കുക. അപ്പൊ അത് അല്പം ശ്രമകരമായ കാര്യമാണ്, പക്ഷെ ഇന്ന് അത് സാധിക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ ഇവിടെയുള്ള ഇങ്ങനെയുള്ള ബൈബിൾ സ്കൂളൊക്കെ ഈ കാലഘട്ടത്തിൽ നടത്തുന്നത് ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. ബൈബിൾ ശരിയായിട്ട് എന്ത് ചെയ്യണം, വ്യാഖ്യാനം. അതിന് ഒരു സിസ്റ്റമുണ്ട്, ഒരു മെത്തേഡുണ്ട്. ആ മെത്തേഡ് അനുസരിച്ച് വേണം ചെയ്യുക. അതാണ് നമ്മളെ തിമോഥെയോസിനെ റൈറ്റ്ലി ഡിവൈഡിങ് ദി വേർഡ്. എന്താ, സത്യവചനത്തെ യഥാർത്ഥമായി പഠിപ്പിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഈ ബൈബിൾ വ്യാഖ്യാനത്തിലെ ഒരു നിയമം എന്ന് പറയുന്നത്, അത് പറയുന്നത് ഫസ്റ്റ് മെൻഷൻ പ്രിൻസിപ്പിൾ. ഫസ്റ്റ് മെൻഷൻ പ്രിൻസിപ്പിൾ. മെൻഷൻ എന്ന് പറഞ്ഞാല് പരാമർശം, ആദ്യ പരാമർശം ഏതൊരു കാര്യത്തോടുള്ള ബന്ധത്തിലും ആ ബൈബിളിൽ ആദ്യം പരാമർശിച്ചിട്ടുള്ള ഒരു ഭാഗം, ആ വിഷയത്തെക്കുറിച്ച് ഒരു 100 തവണ മറ്റു ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ കാര്യത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം എടുക്കണം. അത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മളെ ബൈബിൾ പഠിക്കണം. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഈ അന്യഭാഷയെ കുറിച്ച് ആദ്യം പറഞ്ഞിട്ടുള്ള എവിടെയാ? അല്ല, ഇന്നലെ നമ്മൾ അല്ല, മർക്കോസ് 16:17. മർക്കോസ് 16:17 പുതുഭാഷകൾ എന്നാണ് അവിടെ പറഞ്ഞ. പുതുഭാഷ, അവർ പുതുഭാഷകളിൽ വിശ്വസിക്കുന്നവരെയാണ് നടക്കുന്നത്. പുതുഭാഷകളിൽ അവരെന്ത് ചെയ്യും, പുതിയ ഭാഷകൾ. പുതുഭാഷ എന്ന് പറഞ്ഞാൽ എന്താ? പുതുതായിട്ടുണ്ടായ ഭാഷ എന്നാണ്. പിന്നെ പുതുഭാഷ, അവർ പുതുഭാഷകൾ സംസാരിക്കുന്ന പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് അറിഞ്ഞുകൂടാത്ത, നമുക്ക് പുതുതായിട്ടുള്ള ഭാഷ. ഇതാദ്യം സംഭവിച്ചത് എവിടെയാണ്? ഇതാദ്യമായി അന്യഭാഷ എന്ന ആ കാര്യം അപ്പോസ്തലത്തിൽ 2-ാം അധ്യായം യെരുശലേമിലാണ്, അല്ലെ, പെന്തക്കോസ്ത് നാട്ടിൽ. അന്ന് അന്യഭാഷ എങ്ങനെയായിരുന്നു? ഇപ്പൊ ഇവിടെ അന്യഭാഷ ആർക്കും തിരിച്ചറിയാത്തതാണ്. പിന്നെ മറ്റൊന്ന് അറിയാത്തതിന്റെ കാരണം എന്താ? അല്ല, പുതുഭാഷ എന്നല്ല, തെറ്റായ ധാരണയാണ് പറയുന്നത്. തെറ്റായ തന്നെ അന്യഭാഷ ആർക്കും തിരിച്ചറിയില്ല. അതിന് കാരണം എന്താ? ദൈവത്തോട് സംസാരിക്കുക പ്രാർത്ഥനാ ഭാഷയാണ്. വ്യക്തിപരമായ എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളോ ആരും അറിയാതെ, സർവവിശ്വാസം അറിയാതെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ദൈവത്തോട് എന്ത് ചെയ്യുക, സംസാരിക്കുക. അപ്പൊ ആ സംസാരിക്കുമ്പോൾ എന്തറിയുന്നില്ല, ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. വാക്യമുണ്ടല്ലോ, എവിടെയുണ്ട് വാക്യം? ഇത് പറയുന്നതിന് വാക്യമില്ല. ആ വാക്യമല്ല നമ്മൾ ചിന്തിച്ചേ. 1 കൊരിന്ത്യർ 14:2. ഇതാണ് ഒന്നാമത്തെ തെറ്റിദ്ധാരണ. അപ്പൊ ആദ്യം സംഭവിച്ച എവിടെയാ? അപ്പോസ്തലത്തിൽ 2-ാം അധ്യായത്തിൽ, അല്ലെ, പെന്തക്കോസ്ത് പെരുന്നാൾ. അന്ന് സംസാരിച്ച അന്യഭാഷകൾ ഇവരെ ദൈവത്തോടാണോ സംസാരിച്ചത്? ആരോടാ സംസാരിച്ചേ? മനുഷ്യരോടാ, അല്ലേ? അവർ അത് തിരിച്ചറിഞ്ഞോ? എങ്ങനെ തിരിച്ചറിഞ്ഞു പറയാം? അവർ മനസ്സിലായില്ല, മനസ്സിലാകുന്നില്ല. ഇത് നമ്മുടെ ആൾക്കാരും തെറ്റിക്കുന്ന ഒരു ഭാഗമാണ്. ചില ആൾക്കാരൊക്കെ MMC സാറൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അന്യഭാഷ എന്ന് പറയുന്നത് എല്ലാവരും തിരിച്ചറിയുന്ന ഭാഷയല്ല. അപ്പൊ അന്ന് ഈ ശിഷ്യന്മാർ സംസാരിച്ചു, അവിടെ കൂടി വന്ന ആൾക്കാർക്ക് അവരവരുടെ ഭാഷയിൽ മനസ്സിലാകുകയല്ലേ? ആണോ? തെറ്റാ. തെറ്റാ. അത് നമ്മുടെ പഴയ ആൾക്കാർ, പല ആൾക്കാരും, ഈവൻ മരിച്ചുപോയതുകൊണ്ട് പറയാം, ജീവിച്ചിരിക്കുന്ന ആൾക്കാരും അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. MMC ഒക്കെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അത് തെറ്റാണ്, ഞാൻ പറഞ്ഞത്. അവർ പറഞ്ഞ വാക്കത് ഈ അന്യഭാഷ, ഈ ശിഷ്യന്മാർ അന്യഭാഷകളിൽ സംസാരിച്ചപ്പോൾ കൂടി വന്ന ജനം പറഞ്ഞ വാക്കെന്താ? നാം ജനിച്ച നമ്മുടെ ഭാഷകളിൽ. അപ്പൊ നമ്മുടെ ഭാഷയിൽ. അപ്പൊ ഈ കേൾവിക്കാർക്ക് ഇത് അവരുടെ ഭാഷയിൽ മനസ്സിലാകണമെങ്കിൽ വരമാർക്കം എടുക്കേണ്ടി വരും. കേൾവിക്കാർക്കാ പറഞ്ഞത്. കേൾവിക്കാർക്ക് മനസ്സിലാകാനുള്ള വരം അത്.
കേൾവിക്കാർ അവിശ്വാസികളില്ലേ? അവിശ്വാസികൾക്ക് വരം കിട്ടുമോ? വിശ്വസിക്കുമ്പോഴാണ്, രക്ഷിക്കപ്പെടുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത്. ആ പരിശുദ്ധാത്മാവാണ് ഒരു വിശ്വാസി എന്ത് നൽകുന്നത്? ഈ വരങ്ങളെല്ലാം നൽകുന്നത്. അങ്ങനെ ഒരു കൃപാവരമാണ് അന്യഭാഷ എന്ന്. ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പൊ ഒരിക്കലും അവിടെ അവർക്ക് തിരികെയല്ലായിരുന്നു, അവർക്ക് മനസ്സിലാകുകയല്ലായിരുന്നു, അവരുടെ ഭാഷയായി. ഈ മനസ്സിലാകുക എന്ന് പറയുന്നത് എന്താ? മനസ്സിലാകുക, ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരാളുടെ സഹായത്താൽ മനസ്സിലാക്കുക. അങ്ങനെയല്ല. കാരണം ഇവർക്ക് ആരുടെ സഹായം വേണ്ട? ഇവർക്ക് ഈ പർത്തർക്കും മേദ്യർക്കും എലാമ്യർക്കും മെസൊപ്പൊത്തേമ്യക്കാർക്കും പൊതുസർക്കും ഒന്നും ആരുടെ സഹായം വേണ്ട, ഒരു സഹായം വേണ്ട. ഇപ്പൊ മലയാളം സംസാരിക്കുമ്പോൾ മലയാളം മനസ്സിലാക്കാൻ ആരെയും സഹായം വേണം നമുക്ക്? നമ്മുടെ ഭാഷയല്ലേ. അപ്പൊ ഇവര് സംസാരിച്ചത്, ഈ ശിഷ്യന്മാർ സംസാരിച്ചത് ഏത് ഭാഷയാണ്? അവിടെ ഭാഷയാണ്. അവിടെ ഭാഷയിൽ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ഒരു സഹായം വേണം. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യണ്ട? ഇവർക്ക് സഹായമേ ആവശ്യമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ഇവർക്ക് അവരവരുടെ ഭാഷകളിൽ ഈ അപ്പോസ്തലന്മാർ ഒരു ഭാഷയിൽ സംസാരിച്ചു. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, അവരുടെ ഭാഷ അരമായ ഭാഷ. ആ അരമായ ഭാഷയിൽ അപ്പോസ്തലന്മാർ സംസാരിച്ചപ്പോൾ കേൾവിക്കാർക്ക് എന്ത് ചെയ്തു? അങ്ങനെയാണ് പണ്ട് പറയുന്നത്. പക്ഷെ അത് തെറ്റാണ്. അല്ല, അത് തെറ്റാണ്. ഞാൻ മനസ്സിലാക്കാം. നോക്കിക്കേ, 2-ാം അധ്യായം എടുത്തേ. 2-ാം അധ്യായം, അപ്പോസ്തലത്തിൽ 2-ാം അധ്യായം. ഈ മുഴക്കമുണ്ടായപ്പോൾ, 2-ന്റെ 6-ാമത്തെ വാക്യം. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ താന്താന്റെ ഭാഷയിൽ ആര് സംസാരിക്കുന്നു? അവർ സംസാരിക്കുന്നു. അവര് ഗ്രീക്കും അവര് അരമായ ഭാഷ സംസാരിച്ചവർക്ക് അങ്ങനെ അവരുടെ ഭാഷ മനസ്സിലാക്കില്ലായിരുന്നു. അവർ സംസാരിച്ചത് എന്താ? അതാ ഇവിടെ പറയുന്നത്. അവരെന്ത് ചെയ്തു? നമ്മുടെ ഭാഷകൾ സംസാരിക്കുന്നു. അവരവിടെ സ്വന്തം അല്ല. ഈ സംസാരിച്ച ആൾക്ക് അന്യഭാഷ എന്ന് പറയുന്നത് തന്റെ സ്വന്തമല്ലാത്ത, അല്ലെങ്കിൽ താൻ പഠിച്ചിട്ടില്ലാത്ത ഒരു ഭാഷ സംസാരിക്കാനുള്ള കഴിവ്. പക്ഷേ ഇങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ ഇവർക്ക് അവരവരുടെ ഭാഷയെ അപ്പോസ്തലന്മാർ സംസാരിച്ചപ്പോൾ ഇത് ചെയ്തു, അവരുടെ ഭാഷയിൽ മനസ്സിലാകുകയാണെങ്കിൽ പിന്നെ അപ്പോസ്തലന്മാർക്ക് എന്ത് വരമില്ല? പല ഭാഷകൾ സംസാരിക്കാനുള്ള വരമില്ല. അവർ ഒരു ഭാഷ സംസാരിച്ചു. അവിടെ വന്നപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോൾ എന്ത് ചെയ്തു? മലയാളത്തിൽ നമ്മൾ സംസാരിക്കുന്നു. ഇവിടെ ഒരു 10 വേറെ ഭാഷക്കാർ, അന്യഭാഷക്കാർ എന്നാൽ മലയാളമല്ലാത്ത അന്യഭാഷക്കാർ വന്നപ്പോൾ അവർക്ക് അല്ല, ഇപ്പം ബ്രദർ പറഞ്ഞനുസരിച്ചാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? ഞാൻ മലയാളം സംസാരിക്കുന്നു, ഹിന്ദിക്കാരന് ഹിന്ദിയായിട്ട് മനസ്സിലാകുന്നു, തെലുങ്കുകാരന് തെലുങ്കിൽ മനസ്സിലാകുന്നു, തമിഴുകാരന് തമിഴിൽ മനസ്സിലാകുന്നു, ഇംഗ്ലീഷുകാരന് ഇംഗ്ലീഷിൽ മനസ്സിലാകുന്നു. ദൈവത്തിന് അങ്ങനെ പ്രവർത്തിക്കാം. പക്ഷെ അങ്ങനെയല്ല ഇവിടെ സംഭവിച്ചത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഓരോ വ്യക്തിക്കും ഈ അന്യഭാഷ വരം എന്ന് പറയുന്നത് എന്റെ സ്വന്തമല്ലാത്ത ഒരു ഭാഷയിൽ അപ്പോസ്തലന്മാർക്ക് സംസാരിക്കാനുള്ള വരം. അവർക്ക് തിരികെല്ലായിരുന്നു. കേൾവിക്കാർക്ക് തിരികെല്ലായിരുന്നു. കേൾവിക്കാരുടെ ഭാഷയാണ്. ഇവിടെ പത്രോസ് നിന്ന് അനമായ ഭാഷയിൽ സംസാരിക്കുന്നു. അപ്പം ബ്രദർ മലയാളിയാണ്. ബ്രദർ വല്ലതും മനസ്സിലാവുമോ? ബ്രദർ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആർക്ക് മലയാളം? പത്രോസ് അരമായ ഭാഷയിൽ സംസാരിക്കുന്നു. ബ്രദർ യെരുശലേമിലുണ്ടായിരുന്നു പെന്തക്കോസ്ത് നാളില്. ബ്രദറിനെ മലയാളത്തിൽ സംസാരിച്ചാലേ മനസ്സിലാവും, മലയാളത്തിൽ അറിയാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബ്രദർ അവിശ്വാസിയാണ്, പെരുന്നാളിന് വന്ന ആളാണ്, യഹൂദനാണ്. ബ്രദറിന്റെ പത്രോസ് അരമായ ഭാഷയിൽ സംസാരിക്കുകയും മലയാളിയായ സഹോദരനെ പത്രോസ് സംസാരിക്കുന്ന ദൈവത്തിനും മനസ്സിലാക്കണമെങ്കിൽ ഏത് ഭാഷ കേൾക്കണം? മലയാളം. ഒന്നുകിൽ മലയാളം ആര് സംസാരിക്കണം? പത്രോസ് സംസാരിക്കണം. അല്ലെങ്കിൽ പിന്നെ ബ്രദറിനെ എന്ത് കിട്ടണം? ഇത് മനസ്സിലാക്കാനുള്ള വരം കിട്ടണം. അപ്പൊ മനസ്സിലായോ? അപ്പൊ ആ പഴയ ധാരണ തെറ്റാണ്. 18 ഭാഷക്കാരുണ്ട്. ഓക്കെ,
അപ്പൊ ചില ആൾക്കാർ പറയുന്നത് ഈ 18 ഭാഷക്കാരുടെ അപ്പൊ ഇവർ ഈ 18 ഭാഷകളിൽ അവർക്ക് തിരിഞ്ഞു അല്ല. അവര് പറയുന്നത് എന്താ, നമുക്ക് ഇത് നമ്മുടെ അനുമാനം ഒന്നും പറയണ്ട. അവരിവിടെ പറഞ്ഞെന്താ, നാം ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷകളിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ കേൾക്കുന്നൊന്നുമില്ല, അവർ സംസാരിക്കുന്നു. അവരെല്ലാം സംസാരിച്ച ഈ വ്യത്യസ്ത ഭാഷകളാണ്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കി, ആദ്യം അന്യഭാഷ സംസാരിച്ചപ്പോൾ അന്യഭാഷ എല്ലാ വ്യക്തികളുടെയും കേൾവിക്കാടെ ഭാഷകളായി, കേൾവിക്കാടെ ഭാഷകൾ ആയിരുന്നു. അതുകൊണ്ടാണ് അത് നമുക്ക് തിരിഞ്ഞത് അല്ലെങ്കിൽ മനസ്സിലായത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നും അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ, ഞങ്ങൾ അന്യഭാഷ സംസാരിക്കുകയാണെങ്കിൽ ആ അന്യഭാഷകൾ ആടെ ഭാഷകളായിരിക്കണം, കേൾവിക്കാടെ ഭാഷകളായിരിക്കണം. ഒന്ന് അതിന് തെളിവ്. ഓക്കെ. 2, കൈസരിയിൽ സംസാരിച്ചു അന്യഭാഷ. കൊർന്നേലിയോസ് കൊടുത്തു. ഈ പത്രോസോട് കൂടെ വന്ന സഹോദരന്മാർക്ക് മനസ്സിലായോ? മനസ്സിലായി? ആയിഷ് 8-ാം അധ്യായം, സോറി 10-ാം അധ്യായം. ഈ വാക്കിലെ പത്രോസ് 44-ാം വാക്യം. ഈ വാക്കിലെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകൾ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേട്ടയാൽ പത്രോസോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. അപ്പൊ ഇവരെ ഈ കൊർന്നേലിയോസും അവരക്കാരും അവർക്ക് ആത്മാവ് ലഭിച്ചപ്പോൾ, വിശ്വസിച്ചപ്പോൾ, ആത്മാവ് ലഭിച്ചപ്പോൾ, അന്യഭാഷ പറഞ്ഞപ്പോൾ അവരെന്താ അന്യഭാഷയോട് എന്താ ചെയ്തത്? ദൈവത്തിന്റെ അന്യഭാഷ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞ അന്യഭാഷകൾ ഈ സഹോദരന്മാർക്ക് മനസ്സിലായില്ല എങ്കിൽ ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്നും ഇത് കൃപാവരമാണെന്നും ഈ സഹോദരന്മാർക്ക് എങ്ങനെ മനസ്സിലാവും? അവർ അന്യഭാഷയിൽ സംസാരിക്കുന്ന ദൈവം, ഇവരുടെ രണ്ടുപേരെ ഭാഷ രണ്ടാണ്. കാരണം ഇവർ രണ്ടു കൂട്ടരും അരമായ ഭാഷ ഇവരും ഒരു ഭാഷ സംസാരിച്ചിരിക്കാം, ഗ്രീക്കിനോട് ബന്ധമുള്ള ഒരു ഭാഷയാണ്. അപ്പൊ ഇവര് സ്വാഭാവികമായും ഈ കൊർന്നേലിയോസും കൂട്ടി സംസാരിച്ച ഭാഷ ഏതായിരിക്കാം? ഈ യോപ്പയിൽ നിന്ന് പത്രോസോട് കൂടി വന്ന ഈ സഹോദരന്മാരുടെ കേൾവിക്കാർ. അവരാണ് കേൾവിക്കാർ. പത്രോസോട് കൂടെ വന്ന ആൾക്കാരുമാണ് കേൾവിക്കാർ. അവരുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഇപ്പൊ മലയാളത്തിൽ ഞാൻ അന്യഭാഷ പറയില്ല, ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് രീതിയില്ല അന്യഭാഷ പറയും. ഇംഗ്ലീഷുകാരന് അന്യഭാഷ എന്ന് പറഞ്ഞാൽ മലയാളമാണ് അല്ലെങ്കിൽ ഹിന്ദിയാണ്. നമ്മുടെ അന്യഭാഷ എന്ന് പറഞ്ഞാൽ എന്താ? ഹിന്ദി അല്ല, ഇംഗ്ലീഷ് അല്ല, പിന്നെ മലയാളം അല്ല. കാരണം ഇവിടെ അത്യാവശ്യം നമ്മുടെ ആൾക്കാർക്കൊക്കെ എന്തറിയാം? ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം. ഇന്ന് ഭായിമാരുടെ ഉള്ളതുകൊണ്ട് ഹിന്ദി നമുക്കറിയാം, മലയാളം നമ്മുടെ മാതൃഭാഷ. ഇതൊഴികെയുള്ള ഭാഷകൾ, ഇപ്പം ഗ്രീക്ക്, ജർമ്മൻ ഭാഷ ഒട്ടുമിക്ക പിള്ളേർക്കും അറിയാം. കാരണം ഇപ്പൊ ജർമ്മനിയിലേക്കാണുള്ള പിള്ളേരെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും എന്തല്ല, നമ്മുടെ അന്യ ഭാഷ അല്ല. ഈ അന്യഭാഷ എന്ന ഇങ്ങനെ പറയാനുള്ള, അതായത് ആർക്കും തിരിച്ചറിയാത്ത ഭാഷയാണെന്ന് പറയാനുള്ള മറ്റൊരു കാരണം ഈ ബൈബിളിന്റെ പരിഭാഷ ചെയ്ത വലിയൊരു സഹായമാണ്. ആ സഹായം എന്തായി മാറി? നമുക്ക് വിനയായിട്ട് മാറി. ഞാൻ ഒരു ഭാഗം നിങ്ങളെ കൽപ്പിക്കില്ല, കാണിക്കാം. ഈ 1 കൊരിന്ത്യർ 14-ന്റെ 2-ാമത്തെ വാക്യം നിങ്ങളുടെ ഗൂഗിളിലെ, നിങ്ങൾ ബൈബിളിലെ നിങ്ങളുടെ മൊബൈലിലെ വീണ്ടും നോക്കുക. 1 കൊരിന്ത്യർ ഈ ഇന്റർലീനർ എന്ന് പറയുന്നതുണ്ട്, അല്ലെങ്കിൽ ഗ്രീക്ക് ഇംഗ്ലീഷ് 1:14-2 അത് ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിളിൽ 1 കൊരിന്ത്യൻസ് 14:2 എന്ന് അടിച്ചിട്ട് ഇംഗ്ലീഷ് ഗ്രീക്ക് എന്ന് കൊടുത്താൽ, അപ്പൊ ഒരു ഭാഗത്തെ ഗ്രീക്ക് നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഗ്രീക്കും വരും, മറുഭാഗത്ത് എന്ത് ചെയ്യും? ഇംഗ്ലീഷും വരും. അപ്പൊ ഇംഗ്ലീഷ് വായിക്കും നമുക്ക്. ഞാൻ അത് വായിച്ചു തരിക. ആ ഭാഗം ഇംഗ്ലീഷ്, ഗ്രീക്കിലും ഇംഗ്ലീഷും ഇങ്ങനെയാണ്. ഇംഗ്ലീഷ് വായിക്കാം. ദി വൺ ഫോർ സ്പീക്കിംഗ് ഇൻ എ ടങ്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ. ഇൻ എ ടങ്, നോട്ട് ടു മെൻ, മനുഷ്യരല്ല. നോട്ട് ടു മെൻ സ്പീക്സ്, ബട്ട് ടു ഗോഡ്, അവൻ മനുഷ്യരോടല്ല, ദൈവത്തോടെ സംസാരിക്കുന്നു. No one for hears. No one for hears. Hear എന്ന് പറഞ്ഞാൽ എന്താ? കേൾവി. ആരും കേൾക്കുന്നില്ല.
പക്ഷേ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? കേൾക്കുക എന്ന് പറയുന്നതും തിരിച്ചറിയുക എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. തിരിച്ചറിയില്ല എന്ന് പറയുമ്പോൾ അതാണ് പെന്തക്കോസ്തുകാർക്ക് സഹായം. അവർ പറയുന്നത് ഇവിടെ ബൈബിളിലെ 1:14 എഴുതിയിട്ടുണ്ട്, അന്യഭാഷയിൽ സംസാരിക്കുന്ന മനുഷ്യരോടല്ല ദൈവത്തോടെ സംസാരിക്കുന്ന ആരും എന്ത് ചെയ്യുന്നില്ല, തിരിച്ചറിയുന്നു. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ വരേണ്ടത് എന്താണ്? ആരും കേൾക്കുന്നില്ല. ടു ഹിയർ, അതായത് അക്വോ എന്ന വാക്കാണ് ഗ്രീക്കിൽ ഇവിടെ ഉപയോഗിച്ചത്. അക്വോ നിങ്ങളെ ആ വാക്ക് ഈ ഹിയേഴ്സിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുക, അവിടെ അക്വോയ് എന്ന വാക്കാണ്. അക്വോയ് ടു ഹിയർ. ആ വാക്കിന് അക്വോയ്ക്ക് തന്നെ മറ്റൊരു അർത്ഥമുണ്ട്, ടു അണ്ടർസ്റ്റാൻഡ്, തിരിച്ചറിയുക, മനസ്സിലാക്കുക. അപ്പോൾ ഈ അക്വോയ് എന്ന വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു? ടു ഹിയർ, ആരും കേൾക്കുന്നില്ലല്ലോ എന്നാണ് പരിഭാഷപ്പെടുത്തേണ്ടത്. പക്ഷെ പരിഭാഷകർ എന്ത് ചെയ്തു? ആരും തിരിച്ചറിയുന്നില്ലല്ലോ. ഇതോ KJV-യിലാണ് ഈ പാദവും നടക്കുന്നത്. KJV മറ്റുള്ള ഏത് ഭാഷാന്തരങ്ങൾ ശ്രദ്ധിച്ചു, പ്രത്യേകിച്ച് ആധുനിക ഭാഷാന്തരങ്ങൾ ശ്രദ്ധിച്ചാൽ ASVO, NASVO, NIVO, RSVO ഈ ഭാഷാന്തരം എല്ലാം ശ്രദ്ധിച്ചാൽ അതിലൊന്നും എന്തില്ല, ഈ അണ്ടർസ്റ്റാൻഡ്സ് എന്ന വാക്കില്ല. എന്താണുള്ളത്? ടു നോ വൺ ഹിയേഴ്സ്, ആരും എന്ത് ചെയ്യുന്നില്ല, കേൾക്കുന്ന ഇല്ലല്ലോ. ഈ KJV പരിഭാഷ കുറെ ദുരുദ്ദേശത്തിന് കാരണമായിട്ടുണ്ട്. അതല്ല നമ്മുടെ വിഷയം, ഞാൻ ഓക്കെ. ഈ ഇംഗ്ലീഷിലെ ആദ്യത്തെ പരിഭാഷ എന്ന് പറയുന്നത് ജോൺ വിക്ലിഫിന്റെ ബൈബിളാണ്. ഇംഗ്ലീഷിലേക്ക് ആദ്യമായി ഗ്രീക്കിൽ നിന്ന് ബൈബിളിന്റെ പരിഭാഷ നടത്തിയ ജോൺ വിക്ലിഫാണ്. ആ വിക്ലിഫിന്റെ പരിഭാഷയിലും ഈ 1:14 രണ്ടാമത്തെ വാക്യം എന്ന് പറയുന്നത് ആരും കേൾക്കുന്നില്ലല്ലോ. നോക്കിയേ, താഴോട്ട് നോക്കിയേ, ഒരു വാക്യം നോക്കാം. 14-ാം അധ്യായത്തെ 1:14 അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം നോക്കിയേ. 28-ാമത്തെ വാക്യം 1:14 28-ാമത്തെ വാക്യം. വ്യാഖ്യാനം ഇല്ലാഞ്ഞാൽ അന്യഭാഷയിൽ ഭാഷക്കാരൻ എന്ത് ചെയ്യണം? സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും എന്ത് ചെയ്യാം? സംസാരിക്കും. അപ്പൊ അന്യഭാഷ സംസാരിക്കുമ്പോൾ, സഭയിൽ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം? വ്യാഖ്യാനിക്കണം. വ്യാഖ്യാനം ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സംസാരിക്കാം. പക്ഷെ എങ്ങനെ സംസാരിക്കണം? മിണ്ടാതെ. ലാലിയോ ആ വാക്കാണ് ഗ്രീക്ക്. മിണ്ടാതെ തന്നോടും ദൈവത്തോടും എന്ത് ചെയ്യാം? സംസാരിക്കും. പക്ഷെ ആ സമയത്ത് ഇപ്പം മിണ്ടാതെ സംസാരിക്കുമ്പോൾ എന്താ? ഇപ്പം ഹന്ന പ്രാർത്ഥിച്ചു, ചുണ്ട് മാത്രമേ അനങ്ങുള്ളൂ. പ്രാർത്ഥനയായിരുന്നു തന്നെ, ഹന്ന പ്രാർത്ഥിക്കുകയായിരുന്നു, സ്ഫുടമായി പ്രാർത്ഥിക്കുകയായിരുന്നു. പക്ഷെ എങ്ങനെയാ പ്രാർത്ഥിച്ചേ? ചുണ്ട് മാത്രം, ഹൃദയത്തിൽ അവൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ഏലിക്ക് അതുകൊണ്ട് എന്ത് ചെയ്തില്ല? ഏലി കേട്ടില്ല, പിന്നെ മനസ്സിലായില്ല. കേൾക്കുന്നവർക്ക് അന്യഭാഷയാണെന്ന് അറിയില്ല. ഇത് ഈ സഭയിലെ അന്യഭാഷ പറയുക സഭയിലെ ക്രമീകരണമാണ്. കാരണം കൊരിന്ത് സഭ ഒരു ഡിസോർഡറായിട്ട് പോകുന്ന സഭയാണ്. അതിന് കാരണമുണ്ട്. ഈ കൊരിന്ത് സഭയിൽ മാത്രമേ അന്യഭാഷയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. കൊരിന്ത് സഭയിൽ മാത്രമാണ് അന്യഭാഷ പ്രവചനം എന്ന ഈ വിഷയം, പ്രത്യേകിച്ചും അന്യഭാഷ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഓർമ്മിച്ചുള്ള ചരിത്ര പശ്ചാത്തലം, ഈ കൊരിന്തിൽ പുരുഷന്മാർ മുടി എന്ത് ചെയ്യണം? നീട്ടി വളർത്തരുത്. പുരുഷൻ തലമുടി എന്ത് ചെയ്യണം? മൂടുപടം ഇടരുത്. അതുപോലെ സ്ത്രീ മൂടുപടം ഇടണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാനുള്ള കാരണം എന്താണെന്നറിയോ? ഈ പുരുഷന്മാർ മുടി നീട്ടി വളർത്തുക അല്ല, തിരിച്ചറിയാനില്ല. അവിടെ പശ്ചാത്തലം അതായിരുന്നു. ആ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആൾക്കാർ, പ്രത്യേകിച്ചും ഈ ഗ്രീക്ക് കൊരിന്തിലുണ്ടായിരുന്ന ഒരു ക്ഷേത്രം, ആഫ്രോഡൈറ്റ് എന്ന് പറയുന്ന, വീനസ് എന്ന് പറയുന്ന ഒരു ദേവിയുടെ നാമത്തിലുണ്ടായിരുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ഈ കർണാടകയിലൊക്കെ ചെന്നാൽ, ഇപ്പോഴും ഉണ്ട് കർണാടകയിലൊക്കെ, ദേവദാസിമാർ കേട്ടിട്ടുണ്ടോ? ദേവദാസിമാരും ദേവദാസന്മാരും അവരെ വിളിക്കുന്ന ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്നാണ്. കാരണം അത് അവരുടെ ആരാധനയുടെ ഭാഗമാണ്. കാരണം അവരങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അവിടെ അസാന്മാർഗതയൊന്നുമില്ല. കാരണം അത് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട വ്യക്തികൾ ആ ക്ഷേത്രങ്ങളിൽ വസിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഈ കാര്യം അതിനെ ഒരിക്കലും അഡൾട്ടറി ആയിട്ട് അല്ലെങ്കിൽ വ്യഭിചാരമായിട്ട് ആ സമൂഹം ഒരിക്കലും കാണുന്നില്ല. അത് പവിത്രമായ ഒരു ദേവ പ്രീതിക്ക് വേണ്ടി അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനെ വിളിക്കുന്ന ടെമ്പിൾ പ്രോസസ്. ഇതേ നിലയിലുള്ള ആചാരം എവിടെ ഉണ്ടായിരുന്നു? ഈ ആഫ്രോഡൈറ്റിന്റെ ഈ ദേവതയുടെ ക്ഷേത്രത്തിലുണ്ടായിരുന്നു.
കാരണം അമ്പലത്തെക്കുറിച്ചും ദേവാലയത്തെക്കുറിച്ചും വിഗ്രഹത്തെക്കുറിച്ചും ഒക്കെയുള്ള പരാമർശങ്ങളാണ് ഈ കുരുന്തിലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അതിന് കാരണം അവിടുന്ന് ആ പശ്ചാത്തലത്തിൽ നിന്നാണ് ആര് വന്നത്? ഇവരിൽ പല ആൾക്കാരും വന്നിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്നു ഇതേ ഈ ഡെൽഫിയുടെ ക്ഷേത്രത്തിലും അഫ്രോഡിറ്റിന്റെ ഒക്കെ ക്ഷേത്രത്തിലുണ്ടായിരുന്ന അവരും ഇതേ നിലയിലുള്ള ഇന്ന് കേൾക്കുന്നത് പോലെയുള്ള കുരുന്തിലുണ്ട് സംസാരിച്ചത് പോലെയുള്ള അന്യഭാഷ സംസാരിക്കുക. ഞാൻ കണ്ണൂർ 27 വർഷം ഉണ്ടായിരുന്നു. എൻ്റെ അയൽവാസി ഹിന്ദുക്കളായിരുന്നു നല്ല ശതമാനം. അവിടെയുള്ള ഒരു ദൈവമുണ്ട്, ദൈവസങ്കല്പമുണ്ട്. മുത്തപ്പൻ നിങ്ങൾ കേട്ടുകയാണ്. മുത്തപ്പൻ തെയ്യക്കോലങ്ങൾ നിങ്ങൾ കാണും. തെയ്യക്കോലങ്ങൾ അവരാ ഈ തെയ്യക്കോലങ്ങൾ പ്രവചിക്കും. ഞങ്ങൾ പയ്യന്നൂർ താമസിക്കുമ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഞങ്ങൾ താമസിക്കുന്നു. അവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഓട്ടോ ഡ്രൈവർ വൈകുന്നേരം ആകുമ്പോൾ എന്ത് ചെയ്യും? തെയ്യമായി മാറും. അദ്ദേഹം തെയ്യക്കോലമായിട്ട് കിട്ടി. അവിടെ വരുന്ന പെൺകുട്ടികളോടൊക്കെ എന്ത് ചെയ്യും? അവർ വരുന്നത് എൻ്റെ വിവാഹം എന്ന് നടക്കും, എനിക്ക് എവിടെ ജോലി കിട്ടും, എൻ്റെ രോഗം മാറും, ഓരോ പ്രശ്നങ്ങൾ എന്ത് ചെയ്യും? അവരൊരു ദക്ഷിണയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഇന്നത്തെ ചില പ്രവാചകന്മാർ പ്രവചിക്കുന്നത് തന്നെ പറയും, നിന്റെ വിവാഹം ഇതിനകത്ത് കാട്ടും, നിനക്ക് കുവൈറ്റിലേക്കുള്ള വിസ കിട്ടും, നിന്റെ കടം മാറും, നിന്റെ മക്കളുടെ മാറും. അപ്പൊ ഇതുപോലെയുള്ള പ്രവചനങ്ങൾ നടത്തും. മറ്റൊന്ന്, നമ്മൾ ഇന്ന് കേൾക്കുന്നത് പോലെയുള്ള അന്യഭാഷകൾ കണ്ണൂരിലെ ഈ തെയ്യങ്ങളും എന്ത് ചെയ്യും? ഇത് ലോകത്തിലെ എല്ലാ മാർമിക മതങ്ങളും, അതായത് മിസ്റ്ററി റിലീജിയൻസ്, ലോകത്തിലെ എല്ലാ മാർമിക മതങ്ങളിലും ഇന്ന് കേൾക്കുന്ന നിലയിലുള്ള അന്യഭാഷകൾ ഉണ്ടായിരുന്നു. ഇവരും അങ്ങനെയുള്ളവരായിരുന്നു. അപ്പൊ അവർ അന്യഭാഷകൾ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഈ ശിശുപ്രതിഷ്ഠ, അതിന് വേണ്ടി ഒരു സമരം ഉണ്ടായി. ഇപ്പൊ നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ ചെയ്യാറില്ല, ഞങ്ങളൊന്നും അതിരിക്കും. സത്യത്തിൽ ഈ ശിശുപ്രതിഷ്ഠയും ആയിട്ട് ഒരു ബന്ധമുണ്ട്, നമ്മുടെ ഒരു പഴയ ബന്ധമുണ്ട്. എന്താ? നമ്മുടെ മാമോദീസയുടെ ചടങ്ങുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്, എന്നാൽ കുറെ ബന്ധമുണ്ട്. അപ്പൊ നമ്മുടെ കൾച്ചർ എന്ത് ചെയ്യും? ഈ ഇവിടെയുള്ള ഈ യാക്കോക്കാരുടെയും കത്തോലിക്കയുടെയും ഒക്കെയുള്ള നിലവിളക്കുകളെ അമേരിക്കയിൽ ചെന്നാൽ ഈ പരിപാടിയില്ല, ഓസ്ട്രേലിയയിൽ ചെന്നായില്ല, ഗൾഫിൽ ചെന്നാൽ നമ്മുടെ ക്രിസ്ത്യൻസിന്റെ ഒന്നും ഈ സംസ്കാരമില്ല. ഈ നിലവിളക്ക്, ഈ സങ്കല്പം എവിടുന്ന് കിട്ടി? ഹൈന്ദവ. നമ്മൾ അവിടുന്ന് വന്നതാ, നമ്മുടെ കൂടപ്പുറപ്പായിരുന്നത്. ആ പുക്കൽക്കൊടി ബന്ധം വിട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതിന്റെ പറ്റുമാനം പിന്നെയും എന്ത് ചെയ്യാം? നമ്മുടെയൊക്കെ ആചാരങ്ങളിൽ, സഭയുടെ ആചാരങ്ങളിലുണ്ടാവും. അമേരിക്കയിലുള്ള മലയാളികൾ ഇത് ചെയ്യും, യാക്കോക്കാരും കത്തോലിക്കും ഒക്കെ ഇത് ചെയ്യും. അപ്പൊ ഈ ആചാരം എവിടുന്നുള്ളതാണ്? നിലവിളക്കെത്തിയോ? ഇല്ല. പ്രധാന നിലവിളക്കിന്റെ രൂപം തന്നെ തെറ്റാ. അത് പറഞ്ഞാൽ മനസ്സിലാവും, വളരെ അശ്ലീലം പറയുന്നില്ല. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ ബന്ധങ്ങൾ ഇത് തന്നെ. ഇവര് ചിന്തിച്ചെന്താ? അവിടെ ക്ഷേത്രങ്ങളായിരുന്നപ്പോൾ, ഞങ്ങൾ അവിശ്വാസമായിരുന്നപ്പോൾ അവിടെയും എന്ത് പറയുമായിരുന്നു? അപ്പൊ ഇവര് ചിന്തിക്കുന്ന എന്താ? അവിടെ കേട്ടതാണേതെ. അപ്പൊ അത് തന്നെ ഇവര് മതിയാ. ഈ പൗലോസ് ഇത്ര കർക്കശമായിട്ട് ഇവരെ വിമർശിക്കാൻ കാരണം എന്താ? പൗലോസ് ഒരുപാട് ചോദിച്ചോണ്ട്, നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് അല്ലേ? നിങ്ങൾ സഭയെല്ലാം ഒരുമിച്ച് കൂടി അന്യഭാഷ സംസാരിക്കുകയും അവിശ്വാസികളോ പിന്നെ ആത്മപരമില്ലാത്തോ അകത്ത് വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറയുന്നത്. അപ്പൊ ഇത് പറഞ്ഞാൽ അവിടെ ആ അവസ്ഥയായിരുന്നു. അപ്പൊ ഇതെന്ത് ചെയ്യണം? പൗലോസ് ഇതിനെ സത്യത്തിൽ ഈ 14-ാം അധ്യായത്തിൽ ശക്തമായിട്ട് എന്ത് ചെയ്യാം? ചില താക്കീതുകൾ വെച്ച് നൽകുന്നു. അതിന്റെ അർത്ഥം അന്യഭാഷ ഇല്ലായിരുന്നു എന്നുള്ളത്. അന്യഭാഷ ദൈവദത്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നൽകിയ ഒരു വരമാണ്. ഈ അന്യഭാഷ എന്ന ആ വാക്ക് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുമ്പോൾ അത്ര തെറ്റില്ല. പക്ഷെ ഇംഗ്ലീഷിൽ വരുമ്പോൾ അൺനോൺ ടങ്സ് എന്നാണ്. അൺനോൺ ടങ്സ്, അൺനോൺ. ആ വാക്ക് ഈ KJV ബൈബിളിലെ നോക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെ എഴുതിയുള്ളത്? ഇറ്റാലിക്സിലായിരുന്നു. ഇറ്റാലിക്സ്, കാരണം മൂലഭാഷയിലില്ല. ഈ അൺനോൺ എന്ന് പറയുന്നത് ഈ പരിഭാഷ കൂട്ടിച്ചേർത്ത വാക്കാണ്. നമ്മുടെ സ്വന്തമല്ലാത്ത ഒരു ഭാഷ സംസാരിക്കാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ ദൈവത്തിന്റെ ആത്മാവ് നൽകിയ ഒരു വരമാണ് ഏത്? അന്യ ഭാഷ.
അപ്പൊ ഈ അന്യഭാഷ, പക്ഷെ ഏറ്റവും നല്ലത് മറുഭാഷ. അപ്പം സൈമ സാറിന്റെ ഒരു പുസ്തകമുണ്ട്, മറുഭാഷ നികഷം എന്നാണ് എൻ്റെ പേര്. മറുഭാഷ നികഷം. സത്യത്തിൽ മറുഭാഷ എന്ന് പറയും. മറുനാടെന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും അറിയാം മറുനാടൻ. അതെ, മറുനാടൻ്റെ ഷാജിന്റെ ചാനല് എഴുതപ്പെട്ടവർക്കൊക്കെ അറിയാം. മറുനാടൻ എന്ന് പറയാം. മറുനാടൻ ഞാൻ അന്യനാടൻ, അറിയപ്പെടാത്ത നാടെന്നല്ല. അൺനോൺ ടങ് എന്ന് പറഞ്ഞാൽ എന്താ? അൺനോൺ എന്ന് പറഞ്ഞാൽ എന്താ? അജ്ഞാതമായ, അറിയാത്ത, തിരിച്ചറിയാത്ത. പൗലോസ് പറയുന്നത് ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധിയുണ്ട്, അവയിൽ ഒന്നുപോലും എന്തില്ല, തിരിച്ചറിയാത്തതല്ല. അതുകൊണ്ട് നിങ്ങൾ നാവ് കൊണ്ട് എന്ത് ചെയ്യണം? തെളിവായ വാക്ക് എന്ത് ചെയ്യണം? എന്നിട്ട് പറയുന്നുണ്ട് കാഹളം, വീണ, കുഴല് ഇവയെല്ലാം എന്ത് കാണിക്കുന്നു? നാദ ഭേദം കാണിക്കുന്നു. എന്നിട്ട് പറയാ നിങ്ങൾ നാവ് കൊണ്ട് എന്ത് ചെയ്യുക? തെളിവായ വാക്ക്. അതായത് തെളിവായ വാക്ക് എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ മനസ്സിലാക്കുന്ന വാക്കുകൾ എന്ത് ചെയ്യണം? നിങ്ങളെ ഉപയോഗിക്കണം. നമ്മളെ മറ്റുള്ള ഭാഗങ്ങളെ അടുത്ത സെഷനിൽ നമുക്ക്